ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് കർത്താവായ യേശുവിൻ്റെ ജനനം വരെയുള്ള ഭാഗം പറഞ്ഞു നിർത്തി. മാർത്തയും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിനകത്ത് 20 മുതൽ 27 വരെയുള്ള വാക്യത്തിനകത്ത് 3 കാലഘട്ടങ്ങളാണ്. ഭൂതകാലത്തെക്കുറിച്ച് അവൾ പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂതകാലം, ഇപ്പോഴും നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും, അത് വർത്തമാനകാലമാണ്. മൂന്നാമത് വരുന്നത് ഭാവി കാലമാണ്. എന്തുവാണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ള യേശുവിൻ്റെ പ്രസ്താവന ഭാവി കാലവുമായിട്ട് റിലേറ്റഡ്. അങ്ങനെ 3 കാലഘട്ടങ്ങളെ വകഭേദം ചെയ്തുകൊണ്ടാണ് ആ വേദഭാഗം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഭൂതകാലമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. വർത്തമാന യുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ്. സുവിശേഷങ്ങൾ 22ഓളം സുവിശേഷങ്ങൾ ഉള്ളതായിട്ടാണ് ചില ചിന്തകന്മാർ പറയുന്നത്. 22ഓളം സുവിശേഷങ്ങളെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിൻ്റെ 11 ശിഷ്യന്മാരും സുവിശേഷം എഴുതിയതായി കരുതപ്പെടുന്നു. പൗലോസിൻ്റെ ശിഷ്യന്മാർ സുവിശേഷം എഴുതിയതായി കരുതപ്പെടുന്നു. ആദ്യ സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ മുതലായ ആളുകൾ സുവിശേഷം എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സുവിശേഷീകരണം, സുവിശേഷ എഴുത്തുകളെയെല്ലാം ക്രോഡീകരിച്ച് 22ഓളം സുവിശേഷങ്ങൾ ഉള്ളതായിട്ടാണ് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാനോനിക ക്രോഡീകരണം വിശുദ്ധ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മുടെ കൈവശമുള്ള 4 സുവിശേഷങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഹാനോക്കിൻ്റെ സുവിശേഷം വിപണിയിൽ വാങ്ങാൻ കിട്ടും. ഹാനോക്ക് സുവിശേഷം എഴുതിയിട്ടുള്ളതായി നമുക്കറിവില്ല, പക്ഷേ അത് വിപണിയിൽ വാങ്ങാൻ കിട്ടും. യെശയ്യാവിൻ്റെ സുവിശേഷം വിപണിയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇവരൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നത് സംശയമാണ്, പക്ഷേ വിപണിയിൽ അത് നന്നായി വിറ്റഴിക്കപ്പെടുന്നു. ഇങ്ങനെ ധാരാളം സുവിശേഷങ്ങൾ ഉള്ള കൂട്ടത്തിൽ 4 സുവിശേഷങ്ങൾ സത്യവചനത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേരാണ് സുവിശേഷം എഴുതുന്നത്. മത്തായി ടു യോഹന്നാൻ എന്ന പഠനത്തെക്കാൾ നല്ലത് യോഹന്നാൻ ടു മത്തായി അങ്ങനെ പഠിച്ചാൽ ഇച്ചിരൂടെ അർത്ഥവത്തായിരിക്കും. കാര്യം യോഹന്നാൻ അവതരിപ്പിക്കുന്നത് കർത്താവായ യേശു ദൈവപുത്രനായിട്ടാണ്, അഥവാ ദൈവമായിട്ടാണ്. അടുത്തയാൾ പറയുന്നത്, ലൂക്കോസ് പറയുന്നത് അവൻ മനുഷ്യനായിട്ടാണ്. അടുത്തയാൾ പറയുന്നത്, മർക്കോസ് പറയുന്നത് അവൻ ദാസനായിട്ടും. ആദ്യത്തെ ആൾ മത്തായി പറയുന്നത് അവൻ രാജാവായിട്ടുമാണ്. രാജാവിനൊരിക്കലും ദൈവമാകാൻ കഴിയത്തില്ല. അങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ രാജാവിനൊരിക്കലും ദൈവമാകാൻ കഴിയത്തില്ല. ഒരു ദാസനോ മനുഷ്യനോ ദൈവമാകാൻ കഴിയത്തില്ല. എന്നാൽ യോഹന്നാൻ മുതൽ ഇങ്ങനെ തിരിച്ചു പഠിച്ചാൽ ആരാണോ ദൈവമായവൻ അവൻ മനുഷ്യനായി. ആ മനുഷ്യൻ ദാസരൂപമെടുത്തു. ദൈവം അവനെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിന് ശേഷം രാജാവാക്കി മാറ്റി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ നന്നായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ ദൈവത്വം എക്കാലവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടും ജീവിതത്തോട് ബന്ധപ്പെട്ടും യേശു അവതരിപ്പിച്ച ദൈവശാസ്ത്ര പ്രമേയത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ശാസ്ത്രിമാരും പരീശന്മാരും ശേഷം ആ കാലഘട്ടത്തിൽ ജീവിച്ച വചനവുമായി ബന്ധപ്പെട്ട ന്യായപ്രമാണമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊന്നും യേശുവിനെ ദൈവമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിൻ ടാസ്ക് ആയിരുന്നു. അത് ഉൾക്കൊള്ളാനേ അവർക്ക് പറ്റത്തില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒരാളായിരുന്നില്ല കർത്താവായ യേശു. അതിന് 4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിന് പ്രസംഗിക്കാനായിട്ട് ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. നോക്കുക, അങ്ങനെ യേശുവിനെ ഒരു സെക്കൻഡറിയായി ചിത്രീകരിക്കാനായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾ ശ്രമിച്ചിരുന്നത്. അവനെ മഷികയായിട്ട് അംഗീകരിക്കാത്ത ധാരാളം ആളുകൾ. 2ാം തരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രനായിട്ട് മാത്രം കാണാം. പിതാവായ ദൈവം ഭൂമിയിൽ അവതരിപ്പിച്ച പുത്രനായിട്ട് മാത്രം യേശുവിനെ കാണുന്ന കുറേ ആളുകൾ. യേശുവിനെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പദപ്രയോഗങ്ങൾ പിന്നീട് ആവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ്റെ ജനനം ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ട് ആ രീതിയിൽ സാധാരണക്കാരെക്കാൾ തരം താഴ്ത്തി കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. ദൈവമാണെങ്കിൽ എങ്ങനെ മരിക്കും? ദൈവമാണെങ്കിൽ എങ്ങനെ അടികൊള്ളും? ദൈവമാണെങ്കിൽ എങ്ങനെ അടക്കം ചെയ്യപ്പെടും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളിലോടുകൂടി യേശുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിയിച്ചെഴുതാൻ തൻ്റെ ഇടം കാണിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിലും ആരൊക്കെ വെല്ലുവിളിച്ചാലും, എവിടുന്നുള്ള താർക്കികന്മാർ എഴുന്നേറ്റ് വന്നാലും, ബുദ്ധിരാക്ഷസന്മാർ അവരുടെ തലയ്ക്കകത്ത് കുത്തി നിറച്ച ബുദ്ധിയുടെ പ്രമേയങ്ങളുമായി മുൻപോട്ട് വന്നാലും, ഈ പരസ്യവേദിയിൽ ഈ ശബ്ദം ചെല്ലുന്നിടത്തെല്ലാം
കേൾവിക്കാരൻ്റെ കാതു തുളച്ചവൻ്റെ ഹൃദയത്തിൽ പതിയേണ്ടതിനായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേൽപ്പിച്ച ശ്രേഷ്ഠമായ കാര്യം ഞാൻ പരസ്യമായി വിളിച്ചു പറയുന്നു. നാം കാണുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള ഒരേ ഒരു ദൈവം കർത്താവായ യേശു മാത്രമാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലേറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഒരു വർഷം 900, 950, 980 തെരുവുകളിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അത് ഇതുപോലത്തെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഇന്ന് പരസ്യത്തെ പോലെയല്ല. അന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഓടി വരും, മുമ്പോട്ട് വരും, മുട്ടുകുത്തും, കരയും, ആളുകൾ അടിക്കും, ആളുകൾ കോളറെ പിടിച്ചു ബട്ടൺസൊക്കെ വലിച്ചു പൊട്ടിക്കും, മുഖത്ത് തുപ്പിയിട്ടുണ്ട്, മുഖത്തടിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രസംഗങ്ങളെല്ലാം ഒത്തിരി ആളുകൾക്ക് വിടുതലായി മാറിയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ പ്രസംഗിക്കല്ലെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ഭയപ്പെടുന്നുണ്ട്. കാര്യം യേശുവിനെ പ്രസംഗിക്കുന്നിടത്തെല്ലാം ഉറപ്പായിട്ടും സത്യം വെളിപ്പെടുകയും അവിടെ വിടുതൽ നടക്കുകയും ചെയ്തിരിക്കും. വേറെ ആരെക്കുറിച്ച് പ്രസംഗിച്ചാലും ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. വേറെ ഏത് നാമത്തെക്കുറിച്ച് പറഞ്ഞാലും ആർക്കും പ്രയാസം ഉണ്ടാകാറില്ല. എന്തുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കാം യേശുവിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ആളുകൾ കിരാതന്മാരെ പോലെ, രാക്ഷസന്മാരെ പോലെ ചാടി വരുന്നത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആളുകൾ നമ്മുടെ നേരെ വരുന്നത്? ഒറ്റ യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ, യേശു ജീവിക്കുന്ന ദൈവമാണ്. അവനെ പ്രസംഗിക്കപ്പെടുന്നിടത്ത് നരകം അടയും, സാത്താന്റെ തന്ത്രങ്ങൾ പൊളിയും, ജനം വിടിവിക്കപ്പെടും. അന്ധതയുടെ മൂടുപടമിട്ടുകൊണ്ട് മനുഷ്യന്റെ കണ്ണ് അടച്ചിരിക്കുന്ന പൈശാചിക ലോകത്തിന് ആകപ്പാടെ വിറയലുണ്ടാകുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. ആ നാമം പരസ്യമായിട്ട് ഉയർത്താൻ കഴിയുന്നവർ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചാട്ടെ യേശുവേ എന്ന്. അങ്ങനെ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 12ഓളം ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിലൊരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിന് എപ്പോഴും പ്രിയപ്പെട്ടവരായിരുന്നു ശിഷ്യന്മാർ. യേശു നടുക്കിരിക്കും, 6 പേരപ്പുറത്തും 6 പേര് ഇപ്പുറത്തുമായിട്ട് ഇരിക്കും. 6 പേരപ്പുറത്തും 6 പേര് ഇപ്പുറത്തുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കിന് റിസർവ്ഡ് സീറ്റ് എന്ന് പറയുന്നത് പോലെ യോഹന്നാനും പത്രോസിനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു റിസർവ്ഡ് സീറ്റ് ഉണ്ടായിരുന്നു. ചർച്ചകളിലൊക്കെ റിസർവ്ഡ് സീറ്റുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്ത് വേറെ ആരെങ്കിലും വന്നിരുന്നാൽ ഉറപ്പായിട്ട് വരെ എഴുന്നേൽപ്പിച്ചിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. പാസ്റ്റർമാരും മനഃപൂർവ്വമായിട്ട് ആരെയും വഴക്ക് പറയാറില്ല. കാര്യം യേശുവിൻ്റെ സമയത്തെ റിസർവ്ഡ് സീറ്റ് ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ചിലരൊക്കെ ആ ഭിത്തിയിൽ അടുത്തിരുന്ന് അവരുടെ തലമുടിയിലെ ആ എണ്ണയെല്ലാം ഭിത്തിയെ പറ്റി വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ടൊരു അടയാളം വരെയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ചർച്ചിലൊരു അമ്മാമയുണ്ട്. ആ അമ്മാമ ലേറ്റായിട്ട് വന്നാലും ആ അമ്മാമയുടെ കസേരയിൽ ആരെങ്കിലും ഇരുന്നാൽ അവരെ എഴുന്നേൽപ്പിച്ചിട്ടിരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വഴക്ക് പറയാറില്ല. കാര്യം എനിക്ക് ഈ വേദഭാഗം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വഴക്ക് പറയാറില്ല. ശേഷം ആളുകൾക്ക് ഇരുന്നാൽ മതി. പക്ഷേ യോഹന്നാനും പത്രോസിനും അങ്ങനെയല്ല. ഒരാൾക്ക് മുട്ടിയിരിക്കണം, ഒരാൾക്ക് തലയെടുത്ത് മാർവിടത്തിൽ വെക്കണം. ഈ 2 എക്സ്ട്രാ ഓർഡിനറി അംബിഷൻസ്, ആഗ്രഹങ്ങൾ ഉള്ളവരായിരുന്നു ഈ 2 ദൈവദാസന്മാർ. മുട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇമ്പാർട്ടേഷൻ എന്നാണ് ഈ ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 തലമാണ് ക്രിസ്ത്യാനിറ്റിക്ക്. ഒന്ന് ട്രാൻസ്ഫർമേഷനാണ്, രണ്ടാമത്തത് ഇമ്പാർട്ടേഷനാണ്, മൂന്നാമത്തത് മാനിഫെസ്റ്റേഷനും, ലാസ്റ്റ് വൺ ഗ്ലോറിഫിക്കേഷനുമാണ്. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അന്തസ്സത്ത് കടന്നു പോകുന്നത്. ആദ്യമായിട്ട് ഒരാൾ വചനം കേൾക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാകും. ആ രൂപാന്തരം ഉണ്ടാകുന്ന ആളിലേക്ക് യേശുവിലുള്ളതെല്ലാം പകരപ്പെടും. യേശുവിലുള്ളതെല്ലാം പകരപ്പെട്ട് കഴിയുമ്പോൾ അയാൾ യേശുവിനെ കുറിച്ച് പറയുകയോ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയോ ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആളത്വവൽക്കരണം ഉണ്ടാകും. ഇത് പറഞ്ഞ് ലാസ്റ്റ് ദ ഹൈ ഗ്ലോറി വരും, മഹത്വീകരണം ഉണ്ടാകും, ഇവിടുന്ന് പറന്നു പോകും. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ പത്രോസ്ലീഹ കർത്താവുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്ന് മുട്ടിയിരിക്കണമെന്ന്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ അടുത്തൊന്ന് മുട്ടിയിരുന്നാൽ കൊള്ളാം? നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിശ്വാസികളാണ്. ഇനി ഈ ശബ്ദം ചെല്ലുന്നിടത്തേ ഉള്ളൂ ആ വിശ്വാസികളുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, അപ്പം മുട്ടിയിരിക്കുമ്പോഴത്തേക്കിന് ഉറപ്പായിട്ട് യേശുവിലുള്ളതെല്ലാം പകരും. നമ്മുടെ ഇടയിൽ
കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങാൻ ആളുകൾ പേടിച്ചിരുന്നു. പുറത്തിറങ്ങാൻ പേടിച്ചതിൻ്റെ കാരണം മാസ്ക് ഒക്കെ വെച്ച് സാനിറ്ററി പോക്കറ്റിലിട്ടുകൊണ്ട് ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. പണ്ടൊരു അമ്മാമ്മ ഏത്തക്ക വാങ്ങിയിട്ട് സാനിറ്റൈസർ കൊണ്ട് കഴുകിയിട്ട് അത് പുഴുങ്ങി തിന്നാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കിന് സാനിറ്റൈസറിൻ്റെ ചൊവ്വ കാരണം കൊണ്ട് എടുത്തു കളഞ്ഞു. കാര്യം പച്ചക്കറിയെ പോലും സാനിറ്റൈസർ ഇട്ട് കഴുകി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പേടിച്ച് വിറച്ച് വന്നൊരു സമയമുണ്ട്. അന്ന് പുറത്തിറങ്ങാനായിട്ടൊക്കെ ആളുകൾക്ക് പേടിയാണ്. വായുവിൽ കൂടി പകരുന്ന ഒരു രോഗം കേരളത്തിലും വന്നു. തുടങ്ങിയത് ചൈനയല്ല, പക്ഷെ വന്നതും കേരളത്തിലേക്കും വന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയാണ്, 2021 എൻ്റെ വീട്ടിൽ ഒരു മാർച്ച് മാസം എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു പാസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ദൂത് പോലെ പറഞ്ഞു, ചൈനയിൽ നിന്നൊരു നന്മ വരുന്നുണ്ട്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഞാനറിയാതെ ഒരു ആമേനും പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കൊറോണ വന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്കുക, പിന്നീടാണ് മനസ്സിലായത് പുള്ളിക്കാരന് നേരത്തെ ഉണ്ടായിരുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്കുക, ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. പനിയുള്ളവരുടെ അടുത്ത് ചെന്നിരുന്ന് പനി തരാവോ എന്ന് പറയേണ്ട കാര്യമില്ല. ഇച്ചിരി നേരം മുട്ടിയിരുന്നാൽ മതി, തന്നെ പനി ഇങ്ങോട്ട് വന്നോളൂ. യേശുവിനോട് ചേർന്നിരുന്നാൽ യേശുവിൽ ഉള്ളതെല്ലാം പകരപ്പെടും. യേശുവിനോട് ചേർന്നിരുന്നാൽ യേശുവിൽ വ്യാപരിക്കുന്ന അധികാരങ്ങളും യേശുവിൽ വ്യാപരിക്കുന്ന ശുശ്രൂഷകളും പകരപ്പെടുമെന്ന് മറ്റാരേക്കാളും നന്നായി പത്രോസിന് അറിയാമായിരുന്നു. എന്നാൽ യോഹന്നാൻ ഇച്ചിരൂടെ എക്സ്ട്രാ ആക്ടിവിറ്റി, ഇച്ചിരൂടെ എക്സ്ട്രാ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മുട്ടിയിരുന്നാൽ മാത്രം പോരാ, തലയെടുത്ത് മാർവിടത്തിൽ വെക്കാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചു. ഞാനത് ചിന്തിച്ചപ്പോഴത്തേക്കിന് എന്തുമായിരിക്കും ഇദ്ദേഹത്തിന് ഇത്രയും കണ്ട് വലിയൊരു ആഗ്രഹം? യേശുവിനോട് ചേർന്നിരിക്കുന്നു, തലയെടുത്ത് മാർവിടത്തിലേക്ക് വെക്കുന്നു. ഇവിടെയും മീറ്റിങ്ങിൻ്റെ ഇടയിലും അമ്മമാരുടെ മടിയിൽ കുഞ്ഞുങ്ങൾ കണ്ടേക്കാം. ആ കുഞ്ഞ് മടിയിലിരുന്നു കൊണ്ട് മാർവിലേക്ക് ചാരുമ്പോഴത്തേക്കിന് ആ കുഞ്ഞ് നിങ്ങളോട് പറയത്തില്ല തലേ കൈവെക്കും മമ്മി, അല്ലെങ്കിൽ മുഖത്തൂടെ ഒന്ന് തലോട് എന്നൊന്നും പറയത്തില്ല. മടിയിൽ കുഞ്ഞു വന്നാൽ അറിയാതെ തലയിൽ ഇരിക്കുന്നയാൾ, അതായത് അമ്മയുടെ കൈ വരും, അറിയാതെ കൈ വരും. യേശുവിൻ്റെ മാർവിലേക്ക് യോഹന്നാൻ്റെ ശിരസി എന്ന് പതിയുമ്പോൾ കർത്താവിൻ്റെ കൈ അവൻ്റെ തലമുടി നാരുകൾക്കിടയിൽ കൂടെ തലോടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് തൊടുന്നുണ്ടായിരിക്കാം. യോഹന്നാൻ ഇത് ആവശ്യപ്പെട്ടിട്ടല്ല, പക്ഷേ തല മാർവിടത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം അവന് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ പഠനമുറിക്കകത്ത് എനിക്ക് ബോധ്യമായത്, യോഹന്നാൻ കൊണ്ട് ശിരസ് വെച്ചത് യേശുവിൻ്റെ മാർവിടത്തിലല്ല, നിത്യതയ്ക്കകത്തോട്ട് കൊണ്ട് അവൻ തലവെച്ചത്. രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ വിശ്വസിക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ഘനഗംഭീരമായ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകൾ അസാധാരണമായി ദൈവസഭയ്ക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആരും ചൂസ് ചെയ്യാത്തൊരു കാര്യം അയാൾ ചൂസ് ചെയ്തു. യേശുവിൻ്റെ മാർവിടം സന്തോഷമാകാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനകത്ത് മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി കർത്താവിൻ്റെ ഹൃദയത്തിന് കൊടുക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഈ തലമുറയിൽ ഒരുത്തരും ചിന്തിക്കാത്തതും ഒരുത്തരും പറയാത്തതുമായ ദൈവവചന രഹസ്യങ്ങളെ കൈമാറാൻ ഈ തലമുറയിൽ ഒരു നിക്ഷേപമായി നിങ്ങളിൽ ചിലരെ മാറ്റുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് കൈയടിച്ച് സ്വീകരിക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. രക്തത്താൽ ജയം വ്യാപരിക്കും, കർത്താവിനോടുള്ള സ്നേഹത്താൽ പിടിക്കപ്പെടുകയാണ്. ആ ദൈവമനുഷ്യനാണ് ഈ പുസ്തകം എഴുതുന്നത്. അയാൾ 5 പുസ്തകങ്ങൾ പൊതുനിയമസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ പുസ്തകമായിരുന്നു സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉള്ളത്, ഇത് ട്രഡീഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന പുസ്തകമാണ്, പാരമ്പര്യങ്ങളെ പൊട്ടിക്കുന്ന പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയതുപോലെ അല്ല യോഹന്നാൻ എഴുതുന്നത്. മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്, ആദിയിൽ ദൈവം ആകാശവും സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് മോശ എഴുതുന്നത്. എന്ന് വെച്ചാൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വെളിപ്പാട് പറഞ്ഞുകൊണ്ടാണ് മോശ ആരംഭിക്കുന്നത്. ഇച്ചിരൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇയ്യോബ്, അബ്രഹാമിന് സമകാലികൻ, അയാൾ വന്നിട്ട് ഉണ്ടാക്കിയ ഭൂമി അച്ചുതണ്ടിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. നക്ഷത്രങ്ങളുടെ പേര് പറയുന്നു. ഇത് മോശയ്ക്ക് വെളിപ്പെട്ടതല്ല, എന്നാൽ ഇയ്യോബിന് അത് വെളിപ്പെട്ടു. ഇച്ചിരൂടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യെശയ്യാവ് രംഗത്ത് വന്നു. മോശയ്ക്കും ഇയ്യോബിനും വെളിപ്പെടാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ദൂതന്മാരുണ്ടായിരുന്നു. ആ ദൂതന്മാരിൽ ഒരുത്തന് നെഗളമുണ്ടായി.
അവൻ വെട്ടുകൊണ്ട് താഴെ വീണ കാര്യം മോശയ്ക്കോ അപ്പൊ തന്നെ ഇയ്യോബിനോ അത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോയുടെ വെളിപ്പാടുകളുടെ ആഴം വന്നപ്പോഴത്തേക്കിന് യെശയ്യാവ് അത് നന്നായിട്ട് പറഞ്ഞു. ഇവരെല്ലാം സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ യോഹന്നാൻ പുസ്തകം എഴുതുമ്പോൾ, സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യം വളരെ പ്രസക്തമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ആദിയിൽ ആകാശവും ഭൂമിയുമല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. മോശയ്ക്ക് കിട്ടാത്തത്, ഇയ്യോബിന് കിട്ടാത്തത്, യെശയ്യാവിന് കിട്ടാത്തത് എങ്ങനെ യോഹന്നാന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ: അവരാരും രസിക്കാത്ത യേശുവിന്റെ മാർവിടം യോഹന്നാന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ അടുത്തൊരു സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞു നിർത്തുന്നു. ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവവചനത്തിന്റെ അസാധാരണ റെവലേഷൻ കൊതിക്കുന്നവർ ഈ പന്തലിന്റെ കീഴിൽ ഉണ്ടെങ്കിൽ മറ്റൊരു ബൈബിൾ സെമിനാരിയെക്കാളും അപ്പുറമാണ് കർത്താവിന്റെ ഹൃദയം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ 1-ാം അധ്യായം മുമ്പ് എഴുതിയ പലരുടെ എഴുത്തുകളുടെ ട്രഡീഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് 1-ാം അധ്യായം കടന്നു പോകുന്നത്. 2-ാം അധ്യായം വീഞ്ഞിന്റെ പാരമ്പര്യം പൊട്ടിക്കുകയാണ്. വീഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. എന്നാൽ തമിഴ്നാട്, കർണാടക ഈ ഭാഗങ്ങളിലേക്കൊക്കെ ചെന്നാൽ തണുപ്പ് കൂടുതലുള്ള ഭാഗങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങൾ വളരെ വല്ലാതെ വളരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ ഒരു ചെറിയ ചെടി കൊണ്ട് നടും. ആ ചെടി വളർന്ന് പന്തലിച്ച് അത് പൂത്ത് കായ്ച്ച് ആ കാ പഴുത്തത് പറിച്ച് ചക്കിലിട്ട് ചവിട്ടി അതിൻ്റെ ചാറ് കെട്ടിപ്പൊതിഞ്ഞു വെച്ച് 45-ലധികം ദിവസം മൂടി വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ വീഞ്ഞായിട്ട് കിട്ടുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അതിന് ഏറ്റവും കുറഞ്ഞ 9 മാസമാണ് ഈ ചെടി എന്തുവായി തീരാനെന്നറിയാമോ? ഈ വെള്ളം, ഭൂമിയിലെ വെള്ളം വലിച്ചെടുത്ത് വീഞ്ഞായി മാറാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 9 മാസം വേണമെന്നാണ് ഇതിൻ്റെ കൃഷിക്കാർ പറയാറുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം. ഭൂമിയിലെ വെള്ളം ഈ ചെറിയ ചെടി വലിച്ചെടുക്കുന്നു, അതിൻ്റെ വേര് വലിച്ചെടുക്കുന്നു, അത് വളരുന്നു, അത് പന്തലിക്കുന്നു, പൂവാകുന്നു, കായാകുന്നു, ആ കാ പഴുക്കുന്നു, അത് പറിച്ച് ചക്കിലിടുന്നു, ചവിട്ടുന്നു, എന്നിട്ട് അത് കെട്ടിപ്പൊതിഞ്ഞു വെച്ച് 45 ദിവസം കഴിയുമ്പോൾ അത് പുറത്തെടുക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ഭൂമിയിൽ ആരംഭിച്ച വെള്ളം വീഞ്ഞായി മാറാൻ വേണ്ടി ഒരു ചെടിയുടെ പ്രോസസ്സിങ്ങിലൂടെ വീഞ്ഞായി മാറാൻ 9 മാസം വേണ്ടി വന്നെങ്കിൽ യേശു കനായിലെ കല്യാണ വീട്ടിൽ 1 മിനിറ്റ് കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ ആ കർത്താവിന്റെ ആത്മാവില് ഒരു പ്രവചന സന്ദേശം പോലെ ഈ വാക്ക് ഞാൻ പറയാം. 2023 ഡിസംബർ മാസമാണ് നിങ്ങളുടെ വിടുതൽ എന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. നവംബർ മാസമാണ് എങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇന്ന് രാത്രി തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. 2024 2-ാം മാസം നടക്കേണ്ട കാര്യത്തെ ഇന്ന് രാത്രി ചെയ്യാൻ കരുത്തുള്ള ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചില പ്രോസസ്സിങ് 9 മാസം കൊണ്ടാണ് നടക്കുന്നത്, ചില പ്രോസസ്സിങ് 5 മാസം കൊണ്ടാണ് നടക്കുന്നത്, ചില പ്രോസസ്സിങ് 11 മാസം കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് മാസങ്ങൾ എടുക്കുന്ന പ്രോസസ്സിങ്ങിനെ ചെയ്യാൻ ഈ ദൈവം ശക്തനാണ്. യഹൂദന്മാരുടെ കല്യാണത്തിനകത്ത് ധാരാളം ആളുകളാണ് വന്നു കയറാറുള്ളത്. ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തികയാതെ പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വീഞ്ഞ് തികയാതെ പോയപ്പോൾ ആ വീട്ടുകാരൻ്റെ തല കുനിയേണ്ട സാഹചര്യം വന്നപ്പോഴാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്തത്. ഈ അത്ഭുതം പറയുന്നില്ല, വിവരണം നൽകുന്നില്ല. 3-ാമത്തെ ഭാഗം 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ സ്വാഭാവിക ജനനത്തിൻ്റെ പാരമ്പര്യത്തെ പൊട്ടിക്കുന്നു. സ്വാഭാവിക ജനനത്തിലൂടെ ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്നും വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ദൈവരാജ്യ പ്രവേശനം ഉണ്ടാകത്തുള്ളെന്ന് അതുവരെ മനുഷ്യന്റെ തലയിൽ ഉദിക്കാത്തൊരു കൺസെപ്റ്റ് കർത്താവ് പറയുകയാണ്. സ്വാഭാവിക ജനനത്തിലൂടെ ദൈവരാജ്യം പ്രവേശിക്കും എന്നുള്ള ഒരു പ്രത്യേക പഠനമായിരിക്കാം അന്നുവരെ ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇടയിലെ നല്ല ഉപദേഷ്ടാവായ നിക്കോദിമോസിന് പോലും ആ കാര്യം പിടുത്തം കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അങ്ങനെ ഒരു ജനനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. എന്നാൽ സ്വാഭാവിക ജനനത്തിന്റെ ട്രഡീഷൻസിനെ പൊട്ടിച്ചിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വീണ്ടും ജനനം ആവശ്യമാണെന്നുള്ള ചരിത്രത്തെ 3-ാം അധ്യായത്തിൽ കർത്താവ് ആ ട്രഡീഷനും പൊളിക്കുകയാണ്. 4-ാം അധ്യായം വരുമ്പോൾ വ്യഭിചാരത്തിന്റെ പാരമ്പര്യത്തെ പൊട്ടിക്കുകയാണ്.
4-ാം അധ്യായം വായിച്ചു വരുമ്പോഴത്തേക്കിന് ഒരു സ്ത്രീയോട് കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുക കുടിക്കാൻ വേണ്ടി. ദാഹം കൊണ്ടാണോ അല്ലയോ എന്നറിയത്തില്ല, അല്പം വെള്ളം ചോദിച്ചു. ഇടുക്കിക്കാരോട് വഴി ചോദിക്കില്ലെന്നാണ് പൊതുവെ പറയാറുള്ളത്. കാര്യം അവരോട് വഴി ചോദിച്ചാൽ എവിടെ പോവുകയാണ്, ആരെ കാണാൻ പോവുകയാണ്, എന്തിനാ വരുന്നത്, എവിടുന്നാണ് വരുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇടുക്കിക്കാരോട് വഴി ചോദിക്കില്ലെന്നാണ് പറയുന്നത്. ദയവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നോക്കുക, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച ഉടനെ തട്ടിക്കേറി സംസാരിക്കുന്ന ഒരു അമ്മാമയാണ് 4-ാം അധ്യായത്തിൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുള്ളിക്കാരിയോട് ഇച്ചിരി വെള്ളം ദാഹത്തിന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞത് കാസ്റ്റ്, ജാതി മുമ്പോട്ടെടുത്തിട്ടിട്ട് അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായിരിക്കുന്ന എന്നോട് നീ വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. ദാഹത്തിന് അല്പം വെള്ളം ചോദിച്ചപ്പോൾ ജാതി പറയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിലും അത് വളരെ പ്രസക്തമാണ്, തൊടുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്കുക, ഈ വെള്ളം ചോദിച്ച ഉടനെ പുള്ളിക്കാരി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് അവൾ അങ്ങ് സ്കോർ ചെയ്യുകയും കർത്താവിനെ തരം താഴ്ത്തുകയും ചെയ്യുകയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭാഷണം വളരെ ഗൗരവപൂർവമായ സംഭാഷണത്തിൽ യേശു കർത്താവ് മിണ്ടാതാക്കി കളയുന്നത് പോലെ അവൾ സംസാരിക്കുകയാണ്. എല്ലാം കേട്ടതിന് ശേഷമായിട്ട് കർത്താവ് ലാസ്റ്റ് അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. പുള്ളിക്കാരി ഒരു പച്ച നുണ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. 31,173 വാക്യത്തിനകത്ത് യേശുവിന് മുഖാമുഖമായി നിന്ന് നുണ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് ശമരിയക്കാരിയാ. പുള്ളിക്കാരി ആ പച്ച നുണ പറയാൻ ഒരു തൻ്റെ ഇടം കാണിച്ചു. എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ തട്ടിവിട്ട ഉടനെ കർത്താവ് തല ഉയർത്തിയിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്ക് അവിടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു. എന്താ വാക്കെന്നറിയാവോ? നീ പറഞ്ഞത് സത്യം. അത് കേട്ട ഉടനെ അവൾ ഉള്ളിൽ ചിരിച്ചു. കാര്യം ഇങ്ങനെ അവൾ സംസാരിച്ചിട്ടുള്ള പുരുഷന്മാരെല്ലാം പാപം ചെയ്യും. അവൾ സംസാരിച്ച പുരുഷന്മാരെല്ലാം അവിടെ കൂടെ പോകുന്നത് പതിവുള്ളത്. യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഈ വേട് പറഞ്ഞപ്പോഴത്തേക്കിന് അവൾ വിചാരിച്ചു, ഇവനെയും ഞാൻ വീഴ്ത്തി. കർത്താവ് പറഞ്ഞ പ്രയോഗം, നീ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞ ആ പ്രയോഗത്തെ പിടിച്ചവൾ സന്തോഷിക്കുമ്പോൾ അടുത്ത വാക്കു വീണോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നോ, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഏതും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരുത്തനും വെളിപ്പെടാതെ അടക്കി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കണ്ടുപിടിച്ച് ആ പാപത്തിന്റെ ചുരുളഴിക്കാൻ ഭൂമിയിൽ അവതരിച്ച ഏക ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രേനായ യേശു. കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നോക്കുക, അവളോട് സംസാരിക്കുന്നു. അവളോട് സംസാരിച്ച ഉടനെ അവൾ തലകുനിച്ച് നിന്ന ഉടനെ കർത്താവ് അവളെ വഴക്കൊന്നും പറയാൻ പോയില്ല. അവള് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു. മുട്ടുകുത്തി നിൽക്കുമ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി പട്ടണത്തിൽ ചെന്ന് പറ, മശിഹ നിങ്ങൾക്കായി വന്നിരിക്കുന്നു എന്ന്. അവൾ ചെല്ലുന്നു, ആ പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരുന്നു. എനിക്ക് ആ വാക്യം വായിച്ചിട്ട് ഭയങ്കര അത്ഭുതം തോന്നിയതാണ്. ഒരു അഭിസാരിണിയായിരിക്കുന്ന ഒരു സഹോദരി പരസ്യമായി വ്യഭിചാര പ്രവൃത്തി പരസ്യമായ ഒരു പട്ടണത്തിൽ ചെയ്യുന്ന ഒരു സഹോദരി ഒരു പകൽ വെളിച്ചത്തിൽ ചെന്ന് ആ പട്ടണത്തിലുള്ള ആളുകളെ വിളിച്ചാൽ ആരും അവിടെ കൂടെ പോകത്തില്ല. പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, അവൾ ആ പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവന്നെന്ന. എന്ന് വെച്ചാൽ അത് ഇച്ചിരി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അവൾ ചെന്ന് പറഞ്ഞപ്പോൾ ആ പട്ടണം ഇളകി വരണമെന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. ഇല്ല എങ്കിൽ ആ പട്ടണം ഇളകി വരത്തില്ല. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് പിന്നെയും പിടുത്തം കിട്ടി. ഈ അഭിസാരിണിയായിരിക്കുന്ന സഹോദരിയായ ശമരിയക്കാരിയെ മുൻപിൽ നിർത്തിയിട്ട് ശമരിയ എന്ന് പറയുന്ന ആ വലിയ ഭൂപ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ മണ്ണിന്റെ വ്യഭിചാരത്തെയാണ് കർത്താവ് പൊട്ടിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഈ ശമരിയക്കാരി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വ്യഭിചാരത്തെ അല്ല കർത്താവ് പൊട്ടിക്കുന്നത്. BC 720 അസീറിയൻ സാമ്രാജ്യം വന്ന് ഇസ്രായേലിനെ ഉപരോധിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കുന്ന അസീറിയൻ പടയാളികൾ, സൈന്യം നിയന്ത്രിക്കുന്ന ആളുകൾ, അവന്മാര് ഈ ഇസ്രായേലി പെൺകുഞ്ഞുങ്ങളെ, അവർ ഭയങ്കര സുന്ദരിമാരാ, അവരെ ബലാത്കാരം ചെയ്ത് ഭാര്യമാരാക്കി. അങ്ങനെ ഉണ്ടായ സന്തതിക്കാണ് ഈ ജാരസന്തതിയായി ജനിച്ചതുകൊണ്ട് അതിനെയാണ് ഈ ശമരിയക്കാരെന്ന് പറയുന്നത്. 2 ജാതി വിഭാഗത്തിൽ നിന്ന് സങ്കരമായി ഉണ്ടായതുകൊണ്ട് അതിനെ ശമരിയക്കാര് എന്ന പേരിലാണ് പിന്നത്തേതിൽ അറിയപ്പെട്ടത്. ഒന്നുകൂടി പറഞ്ഞാൽ 720 വർഷമായി സത്യം പറഞ്ഞാൽ വ്യഭിചാരം ആരംഭിച്ചിട്ട്. ഈ സഹോദരി കുറച്ചു നാളേ ഉള്ളൂ ഈ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പാരമ്പര്യം ഒരു 720 വർഷത്തിന്റെ പാരമ്പര്യമാണ്. ഞാനത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയാത്ത പാരമ്പര്യങ്ങളുടെ കൂട് എത്ര വർഷം പഴക്കം ചെന്നതാണെങ്കിലോ അത്രയും വർഷത്തിന്റെ പഴക്കത്തിലേക്ക് ഇറങ്ങി
ചെന്ന് അതിനെ പൊട്ടിക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ചെമ്പൂരിലെ ഈ പ്രത്യേക സ്ഥലം, ഈ പ്രത്യേക കോമ്പൗണ്ടിൽ ഇതുവരെ ആരും കയറി അടിക്കാത്ത, ആരും കയറി തൊടാത്ത, ആരും കയറി പൊട്ടിക്കാത്ത, ഒരു മനുഷ്യനും പിടുത്തം കിട്ടാതെ മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ശാപ പാരമ്പര്യങ്ങൾ ഈ പട്ടണത്തിനുണ്ടെങ്കിൽ ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ അതിന്റെ വേരിനെ പൊട്ടിക്കുവാൻ തേജസ് വാരി ചുറ്റിയവനായി യേശു ഇതിന്റെ നടുവിൽ നടക്കുന്നെന്ന് പറഞ്ഞാൽ കൈയടിച്ചതിനെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാരമ്പര്യ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാത്രിയായിരിക്കും ഈ രണ്ടാമത്തെ രാത്രി. 4-ാം അധ്യായത്തെ ഞാൻ കയറി തൊടുമ്പോൾ എൻ്റെ പ്രഭാഷണത്തിന്റെ, എൻ്റെ വാക്കിന്റെ സ്വാധീനങ്ങളോ അതിന്റെ ശക്തിയുടെ പ്രകടനങ്ങളോ അല്ല. എനിക്ക് വെളിപ്പാട് തന്നവൻ ആരാണോ അവൻ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ വേര് പൊട്ടിക്കാൻ പോകുക. ജനം വിടുവിക്കപ്പെടുവാൻ, ജനം പുറത്തു വരാൻ, ജനം രക്ഷ പ്രാപിക്കാൻ, ജനം സത്യത്തിലേക്ക് നടക്കാൻ തടസ്സം നിൽക്കുന്ന ഏത് പാരമ്പര്യമാണെങ്കിലോ ഇന്ന് രാത്രി അതിന്റെ തായ് വേര് പൊട്ടിക്കുവാൻ കർത്താവ് ഇതിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. കരം തട്ടി ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഞാന് 2010 കോട്ടയത്ത് ചർച്ച് സ്റ്റാർട്ട് ചെയ്തത്. 2010 കോട്ടയത്ത് ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ചർച്ച് വളരുന്ന സമയത്ത്, ചർച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആളുകൾ, കുറേ യൗവനക്കാരെല്ലാം കൂടെ വന്ന് കൂടാൻ തുടങ്ങി. അങ്ങനെ കൂടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മീറ്റിംഗ് ഇല്ലാത്ത രാത്രിയിൽ ഞാൻ ചർച്ചിനകത്ത് പോയിരുന്നു പ്രാർത്ഥിക്കും. ഒരു രാത്രി ഇങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം പട്ടണത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ 7 പേര് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് കറുത്ത ഗൗണിട്ട് ലൈക്ക് വവ്വാൽ ആ ടൈപ്പിൽ ഇങ്ങനെ ഇവർ മുകളിലേക്ക് കൈ ഉയർത്തുകയും താഴോട്ട് കൈതാക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നൊരു വെളിപ്പാട് കണ്ടു. രണ്ടാമതും പ്രാർത്ഥിച്ചപ്പോൾ അത് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. 2 പ്രാവശ്യം കാണിച്ചപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് സെൽഫോൺ എടുത്തു. അവൈലബിളായ സഹോദരന്മാർക്ക് ഈ മെസ്സഞ്ചർ ചർച്ചിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് മെസ്സേജ് ചെയ്ത ഉടനെ സഹോദരന്മാർ ടെസ്റ്റാണ്, എന്നതുപോലെ വാട്സാപ്പ് സൗകര്യങ്ങൾ കുറവാണ്. അപ്പം അങ്ങനെ കുറച്ച് സഹോദരങ്ങൾ ഓടി വന്നു. ചിലർ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ഞാൻ അവരോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. കാറുള്ളവർ കാറിലും ബൈക്കുള്ളവർ ബൈക്കിലും വന്നു. ഞാൻ ഈ ദർശനം അവരോട് ഷെയർ ചെയ്തപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അത് സാത്താൻ്റെ ആരാധനയാണ്, അതിനെ ബ്രേക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. ഞാൻ ഇവരോട് ഇത് ഷെയർ ചെയ്തിട്ട് വന്നവർ, ഈ കോട്ടയം പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്, 4 പാലം കയറുന്നതാണ്. 4 സൈഡിലും പാലമുണ്ട് ടൗണിൻ്റെ. അപ്പോൾ ഈ 4 എൻട്രൻസ് ആണത്. ഈ എൻട്രൻസിലേക്ക് ഈ 2 പേരെ വെച്ച് അയച്ചു. എന്നിട്ട് ഞങ്ങൾ ചർച്ചിൽ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിച്ചു. ക്ലിപ്തമായൊരു സമയം പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ആ വന്ന ആരാധനയെയും പൈശാചിക ശക്തിയെയും പ്രാർത്ഥിച്ചു വെട്ടി. അതിന് ശേഷമായിട്ട് ഈ സഹോദരങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 4 പാലങ്ങളുടെ അടുത്ത് പോയി നിന്ന സഹോദരങ്ങൾ ചർച്ചിലേക്ക് വന്നു. ബൈക്കിലും കാറിലുമായി പട്ടണം ചുറ്റി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കോമ്പൗണ്ടുകളെ എല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അവകാശം പറയുകയും വിശേഷിച്ച് സാത്താൻ്റെ ആരാധന പട്ടണത്തിൽ നിന്ന് പൊളിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് ഏകദേശം 11 ദിവസം, അതായത് 3 നാൾ കഴിഞ്ഞപ്പോൾ സഭായോഗമാണ്. അടുത്ത സഭായോഗം, അതായത് ഈ പ്രാർത്ഥിച്ച് വെട്ടിയതിൻ്റെ 11ാമത്തെ ദിവസം 2ാമത്തെ സഭായോഗമാണ്. ഈ 2ാമത്തെ സഭായോഗത്തിനകത്ത് തൃശ്ശൂരിൽ നിന്ന് 24 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് വന്നു. അവൾ മീറ്റിങ്ങിലേക്ക് വരുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ തങ്കുബ്രദറിൻ്റെ ചർച്ചുണ്ട്. പരസ്യമായ ആരാധന ആയതുകൊണ്ട് നിശ്ചയമായിട്ടും അവൾക്ക് അങ്ങോട്ട് കയറാം. പക്ഷെ അവൾ അവിടെ കയറിയില്ല. ഇച്ചിലൂടെ വന്നാൽ അനിച്ചാൻ്റെ ചർച്ചുണ്ട്, അനി ജോർജ് പാസ്റ്ററുടെ ചർച്ചുണ്ട്, അവിടെ കയറിയില്ല. ഇച്ചിലൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്കിനാണ് അടുത്ത ചർച്ച്, ഡെലിവറൻസ് ചർച്ചുണ്ട്, അവിടെയും കയറിയില്ല. IPCയുടെ ഫിലാദൽഫിയ ചർച്ചും കവർ ചെയ്തിട്ട് 2ാം നിലയിൽ ആരാധനയുടെ ശബ്ദം ഒട്ടും പുറത്തോട്ട് പോകാൻ സാധ്യതയില്ലാത്ത, പെട്ടെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിക്കാത്തതായ ഞങ്ങളുടെ ആരാധനാലയത്തിലേക്ക് ഈ കൊച്ചു കയറി വരികയാണ്. ഇവൾ കയറി വരുന്ന സമയത്ത് ഞാൻ അന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക.
മുൻനിർണയം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾ ഡോർ ഓപ്പൺ ചെയ്ത് കയറി വന്ന ഉടനെ ഈ വചനത്തിൻ്റെ ശക്തി ഇങ്ങനെ പുറപ്പെടുകയും ദൈവജനം ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈമിൽ ഇവൾ ഡോറ് തുറന്ന് 3-4 ചുവട് ഫ്രണ്ടോട്ട് വെക്കുകയും ഇവളങ്ങ് ഭയങ്കരമായി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭയങ്കരമായി പൊട്ടിച്ചിരിച്ച് കൈ മുകളിലേക്ക് പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുന്ന, ഞാൻ അന്ന് വെളിപ്പാടിൽ കണ്ടതുപോലെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇവൾ അങ്ങ് ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവിടെ വെച്ച് തന്നെ, അതായത് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ ശാസിച്ചു. അവൾ നേരെ താഴേക്ക് വീണ ഉടനെ അനങ്ങിപ്പോകരുത്, ഈ മെസ്സേജ് തീർന്ന് മീറ്റിംഗ് ആശീർവാദം പറയാതെ നീ ചലിച്ചു പോകല്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു. എന്താണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട്, ആശീർവാദത്തിന് ശേഷമായിട്ട് സഹോദരന്മാരോടും ചേർന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ കൊച്ചിൻ്റെ ദേഹത്ത് ലൂസിഫർ എന്ന ശക്തി ഇളകി. ലൂസിഫർ ഒരുപാട് പ്രാവശ്യം മീറ്റിങ്ങിനകത്ത് ആത്മീയ അധികാരം വെളിപ്പെടുമ്പോൾ ഒത്തിരി ആളുകളുടെ ദേഹത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ദേഹത്ത് ലൂസിഫർ വന്നിട്ട് ഇവൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിനക്കെന്തിനാണ് നീ ഇവിടേക്ക് വന്നത്? അപ്പം അവൾ പറഞ്ഞ ആദ്യത്തെ പ്രയോഗം, ഈ പട്ടണത്തിൽ വാഴാൻ നീ എന്നെ സമ്മതിക്കത്തില്ലല്ലേ? ഒരു പരിചയമില്ലാത്ത 24 വയസ്സ് പ്രായമുള്ള തൃശ്ശൂരുകാരിയായിരിക്കുന്ന ഒരു പെൺകുഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചു വെട്ടി ഇതിൻ്റെ 11ാമത്തെ ദിവസം ചർച്ചിലേക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് കയറി വന്നിട്ട് അവിടെ ദേഹത്തുള്ള പൈശാചിക ശക്തി ഇങ്ങോട്ട് ചോദിക്കുക, ഈ പട്ടണത്തിൽ വാഴാൻ നീ സമ്മതിക്കത്തില്ലേ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യഭരിതമായ നിലയിലായിരുന്നു ഞങ്ങളിൽ പലരും അതിനെ നോക്കിയത്. അവളിലെ പൈശാചിക ശക്തി ഭയങ്കരമായിട്ട് വെളിപ്പെടാൻ തുടങ്ങി. അവളോട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു. അവൾക്ക് 24 വയസ്സ് പ്രായമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞ് ഒരു കൂട്ടുകാരിയോടൊപ്പം ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞു പോയി. അവിടെ ചെന്നൊരു ഗ്രൗണ്ട്, അതായത് ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ, ആ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇവൾ ചെല്ലുന്നു. കാഴ്ചയിൽ അതൊരു ബാർ പോലെ തോന്നുന്നു എന്നോ പിന്നത്തേതിൽ സാത്താൻ വിട്ടുപോയി കഴിഞ്ഞ് അവൾ സംസാരിച്ചു. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഹഗ് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. എന്തോ അവൾക്ക് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് മുതൽ അവൾ ഒരു മത്തു പിടിച്ചൊരു അനുഭവത്തിലായിരുന്നു. അവിടെ വെച്ച് അവൾ 6 പ്രാവശ്യം ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു. അവൾക്ക് എന്തൊക്കെയോ കഴിക്കാനും കുടിക്കാനും കൊടുത്തു. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 9 ജില്ലകളിൽ ഈ പെൺകുഞ്ഞ്, കല്യാണം കഴിക്കാത്ത ഈ കുഞ്ഞ് പലരാൽ പീഡിപ്പിക്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെയാണ് ഇവള് ഈ പൈശാചിക ശക്തി വഹിക്കുന്ന ഇവൾ ഈ ചർച്ചയിൽ വന്നിരിക്കുക. ഇപ്പം ഇത് ചോദിക്കുമ്പോഴല്ലേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ പിറകിൽ നിനക്ക് തന്ന കെണികൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന ജീരക മുട്ടായി പോലത്തെ അതിന് സമാനമായ രീതിയിൽ 9 രാഗങ്ങൾ, 9 മോഹങ്ങൾ, ഇങ്ങനെ ഓരോന്നും പറയുന്നു. എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞ് ഇവൾ ഓരോന്നോരോന്ന് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒമിറ്റ് ചെയ്ത് ഈ 9 സാധനം പോയി അവിടെ ദേഹത്തിൽ നിന്ന് ലൂസിഫർ വിട്ടുപോയി. അവൾ സ്വതന്ത്രയായി. ഞാൻ ഇന്ന് രാത്രി എന്തിനാ ഈ സംഭവം പറയുന്നതെന്നറിയോ? അതിന് ശേഷമാണ് ചർച്ച അസാധാരണമായിട്ട് വളരാൻ തുടങ്ങി. ചർച്ചിൻ്റെ വളർച്ച എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് ചർച്ചിനെ പരിശുദ്ധാത്മാവ് വളർത്താൻ തുടങ്ങി. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ പറയുന്നു, പട്ടണത്തെ ഭരിക്കുന്ന പാരമ്പര്യ പൈശാചിക ശക്തികളുടെ മുഖം പൊട്ടാതെ ചർച്ചുകൾ വളരത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ അന്യഭാഷ അടയാളമായി പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, ആത്മനിയോഗത്തോടൊപ്പം ചലിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, വിശ്വസിച്ച് ചേർന്ന് 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാ ചലിപ്പിച്ചൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇതൊരു പരസ്യ സ്ഥലമാണെന്ന് എനിക്കറിയാം. വാ ചലിപ്പിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. അതരം ചലിപ്പിക്കാൻ കഴിയുന്നവർ അതരം ചലിപ്പിച്ചാട്ടെ. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിന്റെ നാമത്തിന് ആരാധന കൊടുക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ ആരാധന കൊടുത്താട്ടെ. ഈ മീറ്റിംഗിന്റെ പ്രത്യേക ഉദ്ദേശങ്ങളോ പ്രത്യേക താല്പര്യങ്ങളോ എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം എന്നെ അയച്ച കാര്യം ഇന്ന് രാത്രി നടക്കുമെന്ന് എനിക്കറിയാം. ഈ പട്ടണത്തിൽ സഭകൾ വളരാൻ തടസ്സമായി, ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ തടസ്സമായി കിടക്കുന്ന മുഖങ്ങളുടെ അടിത്തറ പൊട്ടിക്കാൻ ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൈതട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട്, അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ട്, വാ ചലിപ്പിക്കുന്നെങ്കിൽ നന്നായിട്ട്, ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ.
അർബലാധാര ബന്ധരാധിയാര അൽബത്തര ജലന്ധരാധിയാര ജാലബന്ധരാധിയാര. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർണരസമാറുള്ള ലോക സംഭവങ്ങളെ കോർത്തിണക്കി ആനുകാലിക പ്രസക്തിയുള്ള പല വിഷയങ്ങൾ അവതരിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ കേമനായിട്ട് വേണമെങ്കിൽ എനിക്ക് മടങ്ങിപ്പോകാം. പക്ഷെ അത് ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നതിന് സമാനമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കർണരസമാറുള്ള കടോലമായ വാക്കുകൾ ഉപയോഗിക്കാതെ വചനത്തിന്റെ സത്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പട്ടണം പിടിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് സഭകളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് 2023 ഈ സെപ്റ്റംബർ മാസത്തിന്റെ 27-ാം തീയതി രാത്രിയിൽ ആത്മാവ് പറയുന്നു, പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക പാരമ്പര്യങ്ങളുടെ അടിത്തറ പൊട്ടിക്കുവാൻ അന്ന് ശമരിയക്കാരിയുടെ മുൻപിൽ വെളിപ്പെട്ടവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുകയാ. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുകയാ. എനിക്ക് 100% ഉറപ്പുള്ള കാര്യം ഞാൻ പ്രവചിച്ചു പറയുന്നു. അടുത്ത 1.5 മാസത്തിനകത്ത് ഇവിടുത്തെ ചർച്ചുകളുടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതുപോലത്തെ ഒരു ഡെലിവറൻസ് ഒഴുക്ക് നടക്കുന്നത് തമ്പുരാൻ എന്നെ വെളിപ്പാടിൽ കാണിക്കുകയാണ്. ഇതുവരെ ആരും കയറി തൊടാത്ത ചില പ്രതലത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാ. ഈ രാത്രി അങ്ങനത്തെ ഒരു ആത്മതലം ഇതിനകത്ത് ചലിക്കുന്നു. നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ചില ദേശത്തിലെ സ്പിരിറ്റ് അവിടെ ആത്മഹത്യയുടെ എണ്ണം പെരുക്കോ. ചില ദേശത്തിലെ സ്പിരിറ്റ് അവിടെ അപകട മരണങ്ങളുടെ എണ്ണം പെരുക്കോ. ചില ദേശത്തിലെ സ്പിരിറ്റ് കുടുംബ തകർച്ച ഉണ്ടാക്കോ. അവിശ്വസ്തയായ ഭാര്യ, അവിശ്വസ്തയായ ഭർത്താവ്, 1-2 ബന്ധമുള്ള ഭർത്താക്കന്മാർ, 1-2 ബന്ധമുള്ള ഭാര്യമാർ, അതൊരു ദേശത്തിന്റെ സ്പിരിറ്റാണ്. ചില പിള്ളേർ പ്രായം തികയുമ്പോൾ അപ്പനെ അമ്മയെ അവഗണിച്ച് കണ്ട ആരേലും കൂടെ ഇറങ്ങിപ്പോകുന്ന ദേശത്ത് എണ്ണിയാൽ പല കുടുംബങ്ങളിലോ അങ്ങനെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ, അതൊരു സ്പിരിറ്റാണ്. ഇന്ന് രാത്രി അങ്ങനത്തെ ചില സ്പിരിറ്റുകളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന സഭ ശക്തിയോടെ അതിനെ സ്വീകരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. 4-ാം അധ്യായത്തിനകത്ത് വ്യഭിചാരത്തിന്റെ പാരമ്പര്യം പൊട്ടിക്കുന്നു. 5-ാം അധ്യായത്തിനകത്ത് രോഗത്തിന്റെ പാരമ്പര്യം പൊട്ടിക്കുകയാണ്. വീട്ടിൽ കുറച്ചു നാളും പുഴവക്കത്ത് കുറേയധികം വർഷങ്ങളും കടന്നൊരു മനുഷ്യൻ കരുണ കാത്തു കിടക്കുകയാണ്. കരുണ കാത്തു കിടക്കുന്നവന് ആരുടെയും കരുണ കിട്ടാതെ, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിന്ന് സഹായിക്കാൻ നിന്നവരുടെ സഹായം കിട്ടാതെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. അവന് അവിടെ കിടക്കുന്ന സമയത്ത് കർത്താവ് അവിടെ ചെല്ലുകയാണ്. കർത്താവ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കർത്താവിനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ്റെ മറുപടി, സൗഖ്യമാകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് താല്പര്യക്കേട് ഉണ്ടായിട്ടുമല്ല, മറിച്ച് കൊള്ളം കലങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ എനിക്ക് ആളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവൻ്റെ ഉള്ള അവസ്ഥകൾ, ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളൊന്നും കാണാനോ ചോദിക്കാനോ അല്ല വന്നത്. കർത്താവ് ചോദിച്ചത് അവന് വേണ്ടും പോലെ മനസ്സിലായില്ല, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ IPCയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 10-23 ചെറുപ്പക്കാർ പഠിപ്പിക്കുകയാണ്. CV ജോൺ എന്ന് പറയുന്ന അപ്പച്ചനെ പഠിപ്പിക്കുന്നത്. സാദൃശ്യവാക്യമാണ് പഠിപ്പിക്കുന്ന സമയത്ത് അപ്പച്ചൻ ചോദിച്ചടാ, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? സാദൃശ്യവാക്യത്തിലെ ഒരു വാക്യമാണ്. അപ്പോൾ ഒരുത്തൻ അതിനകത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് കൈ ഉയർത്തി, പറയടാന്ന് പറയും. സാമർത്ഥ്യമുള്ള ഭാര്യ സാറേ ആമ്പിള്ളാർക്ക് കിട്ടുമെന്ന് പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കട അവിടെ എന്ന് പറയും. സാമർത്ഥ്യമുള്ള ഭാര്യയെ ദൈവഭക്തിയുള്ള പുരുഷനാണ് കിട്ടുന്നതെന്ന് പറയും. ഇവിടെ നോക്കിയേ, കുളം കലക്കുമ്പോൾ ആമ്പിള്ളാർ ചാടി സൗഖ്യമാകുക. ഇവന് കഴിവ് കെട്ടതുകൊണ്ട് ഇവൻ ഇതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ല. ഇവൻ അവിടെ തന്നെ കിടക്കുകയാണ്. അവിടെ തന്നെ കിടക്കുന്ന ഇവനെ തേടിയാണ് കർത്താവ് വന്നത്. ഇവൻ്റെ അടുത്തോട്ട് വരുന്നു. അവനോട് പറഞ്ഞു, വിശ്വസിച്ചാൽ കുളം കലങ്ങണ്ട, വിശ്വസിച്ചാൽ ദൂതം വരണ്ട, വിശ്വസിച്ചാൽ മീഡിയേറ്റേഴ്സ് ഒന്നും വേണ്ട, വിശ്വസിച്ചാൽ നിനക്ക് ഇപ്പം വിടുതല. യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ.
ആരുടെയും സഹായത്തിന് വേണ്ടി അവർ വരട്ടെ ഇവർ വരട്ടെ കെയർ ഓഫുകളൊന്നും വേണ്ട. വിശ്വസിച്ചാൽ നിനക്ക് വിടുതല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആറാം അധ്യായം ഉപവാസത്തിൻ്റെ പാരമ്പര്യം പൊട്ടിക്കുക. ഉപവാസത്തിൻ്റെ പാരമ്പര്യം. സാധാരണ വേദപുസ്തകത്തിൽ ഉപവാസങ്ങൾ ഇന്നുണ്ട്. ഇവിടെ ഈ നമ്മുടെ നാട്ടിലുണ്ട്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഉപവാസമാണ് ഒരു നേരം കഴിച്ചുകൊണ്ടുള്ള ഉപവാസം. വേദപുസ്തകത്തിലില്ല. 2 നേരം കഴിച്ചുകൊണ്ട് 1 നേരം കഴിക്കാതിരിക്കുന്ന പ്രാർത്ഥന വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 നേരത്തെയും കൂടെ ചേർത്ത് 1 നേരം കഴിച്ചുകൊണ്ട് 1 നേരം ഉപവസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഉപവാസം പുസ്തകത്തിലില്ല. പുസ്തകത്തിലുള്ള ആപ്പാടെയുള്ള ഒരു ഉപവാസം എന്ന് പറയുന്നത് അറയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഉപവാസങ്ങളാണ് കൂടുതൽ. നമ്മൾ കണ്ടിട്ടുള്ള പുസ്തകത്തിലെ പല ഉപവാസങ്ങളും പൂഴി വാരിയിട്ടും ചാക്കുശീല ഉടുത്തുകൊണ്ടൊക്കെയുള്ള ഉപവാസങ്ങളാണ് കൂടുതലും. ആഹാരം ഇല്ലാത്തത് കൊണ്ട്, ജോലി ഇല്ലാത്തത് കൊണ്ടും, ശമ്പളം കിട്ടാത്തത് കൊണ്ടും ഗൾഫിൽ ഉപവസിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നോക്കുക, ഒന്നും തന്നെ ഇല്ലാതെ വരുമ്പം ചില ആളുകൾ ഉപവസിക്കാറുണ്ട്. പക്ഷേ വളരെ തുലം ആളുകൾ ആത്മനിയോഗത്തിൽ ഉപവസിക്കാറുണ്ട്. അവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നോക്കുക, യേശു ഒരു കൺവെൻഷൻ നടത്തുകയാണ്. കൺവെൻഷന് പബ്ലിസിറ്റി കൺവീനറില്ല, നോട്ടീസില്ല, ഫ്ലെക്സില്ല, നല്ല മൈക്ക് പോലും യേശുവിനെ അന്ന് പിടിക്കാനില്ലായിരുന്നു. കൃപയാൽ എനിക്കൊരു നല്ല മൈക്ക് കിട്ടി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്ലാറ്റ്ഫോം ഇതുപോലത്തെ ലൈറ്റുള്ളൊരു സ്ഥലമല്ലായിരുന്നു. കർത്താവിൻ്റെ പ്ലാറ്റ്ഫോം ഒരു മലയായിരുന്നു. ആ മലയിൽ കർത്താവ് നിന്നെന്ന് അറിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12,000 അടുത്ത് ആളുകൾ കൂടി. ആ മീറ്റിങ്ങിനകത്ത് കർത്താവ് ഒരു നല്ല മെസ്സേജ് കൊടുത്തു. സ്കൂള് കട്ട് ചെയ്തിട്ടാണെങ്കിലും മീറ്റിങ്ങിന് പോയൊരു പയ്യൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പോകുമ്പോൾ അവൻ ചിന്തിച്ചത് ഇപ്പോൾ പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. രാവിലെ ടിഫിൻ ബോക്സിൻ്റെ അകത്ത് അമ്മ കൊടുത്ത 5 അപ്പവും 2 മീനും ടിഫിൻ ബോക്സിനകത്ത് വെച്ചുകൊണ്ടാണ് അവൻ കയറിപ്പോയത്. അവിടെ ചെന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. മീറ്റിങ്ങിൻ്റെ ഇടയിൽ പോരാം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ആ ഇരിപ്പ് 72 മണിക്കൂർ ഇരുന്നു. കൈ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്ന് വെച്ചാൽ 3 ദിവസം രാവും പകലും പോയതറിഞ്ഞില്ല. അതുപോലത്തെ മീറ്റിംഗ്. അത്ര പവർഫുള്ളായിട്ടുള്ള ഹീലിങ്ങും അനോയിൻറ്റിങ്ങും ഭയങ്കര അത്ഭുതങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് യേശുവിൻ്റെ പ്രസംഗം എൻ്റെ പ്രസംഗം പോലെയല്ല. യേശു ഒരിക്കലും തൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കണമെന്ന് ആരോടും പറയാറില്ല. യേശു പ്രസംഗിക്കുമ്പോഴത്തേക്കിന് ആർക്കെങ്കിലും ക്ഷീണം വന്നാൽ അവരെ കളിയാക്കാറില്ല, ബുദ്ധിമുട്ടിക്കാറുമില്ല. യേശുവിൻ്റെ പ്രസംഗം സാധാരണ നോർമലായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കാൻ നാം സ്റ്റേജിൽ കയറിയാൽ ഇച്ചിരി പ്രായം കുറഞ്ഞ കുഞ്ഞാണെങ്കിൽ അവൻ ബിസ്ക്കറ്റും തിന്നും പ്രസംഗവും കേൾക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, വേണമെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ പിച്ചുകയും ചെയ്യും. അതായത് ഹൈപ്പർ ആക്ടിവിറ്റീസാണ്. ഒരു സമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പിള്ളേർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്ക്, ഒരു കൊച്ചിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഇത് തുറക്കല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, കഴിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, എൻ്റെ പ്രസംഗം മാത്രം കേട്ടുകൊണ്ടിരിക്കണമെന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ കയ്യിൽ അപ്പം ഉണ്ടായിട്ടും കർത്താവ് പറയുന്നത് കേട്ടപ്പോൾ അപ്പവും മീനും മറന്ന് പ്രസംഗം കേട്ടവനായി കൊച്ച്. മനസ്സിലാകുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ 12,000 പേരുടെ ഇടയിൽ ഉപവസിച്ചത് അവനാണ്. ആഹാരം കയ്യിലുണ്ടായിട്ടും ആഹാരത്തെക്കാളും പ്രയോറിറ്റിയും പ്രസക്തിയും ഈ കുഞ്ഞു കൊടുത്തപ്പോൾ കർത്താവ് അത് ആത്മാവിൽ ഗ്രഹിച്ചിട്ട് ഈ കുഞ്ഞിനെ തന്നെ പുറത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. അവൻ്റെ ഫാസ്റ്റിങ് ദൈവത്തിന് പ്രസാദമായപ്പോൾ അവൻ്റെ കൈവശമുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കർത്താവ് വാഴ്ത്തി 12,000 പേർക്ക് കൊടുത്തു. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അല്പത്തിൽ നിന്ന് നിറവ് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. കൈ ഉയർത്തി നന്നായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 7, 8, 9, 10 അധ്യായങ്ങളിൽ നിത്യസത്യ പ്രസ്താവനകളാണ്. ശ്രേഷ്ഠമായ നിത്യസത്യ പ്രസ്താവനകൾ. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഇങ്ങനെ തുടങ്ങുന്ന ശ്രേഷ്ഠമായ പ്രസ്താവനകൾ. ഈ പ്രസ്താവനകളെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ലോകത്തിലെ ഒരു ജ്ഞാനിക്കോ താത്വിക ചിന്തകന്മാർക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കാര്യം, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണെന്ന് യേശു പറഞ്ഞിട്ട പ്രയോഗത്തെ ഖണ്ഡിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഗുരുക്കന്മാരും ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. കാര്യം, അവൻ പറഞ്ഞ പ്രസ്താവനകൾ അത്ര ശ്രേഷ്ഠമായിരുന്നു. ആ പ്രസ്താവനകൾ ഇന്ന് നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന പ്രസ്താവനകളായിരുന്നു 7, 8, 9, 10 ഈ
4 അധ്യായങ്ങളുടെ അകത്ത് നിത്യസത്യ പ്രസ്താവനകളുടെ ഒരു ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്. 11-ാം അധ്യായമാണല്ലോ ഞാൻ ഇന്ന് രാത്രി വായിച്ചത്. അതിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും 4 കഥാപാത്രങ്ങളാണ് 11-ാം അധ്യായത്തിനകത്തുള്ളത്. 11-ാം അധ്യായത്തിനകത്ത് കർത്താവായ യേശു, ലാസർ, മാർത്ത, മറിയ, ഇങ്ങനെ 4 കഥാപാത്രങ്ങളെയാണ് 11-ാം അധ്യായം അവതരിപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിനകത്ത് ബഥാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കർത്താവ് പരിചയപ്പെടുത്തുന്നു. ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. വിശേഷിച്ച് അവിടെ ഒരു വീട് കർത്താവ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വീടായിരുന്നു. ആ വീട് ലാസറിൻ്റെ വീടാണെന്ന് 11-ാം അധ്യായം വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് ആ വീട്ടിൽ ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു, അവരോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കുന്നു. അങ്ങനെ ഏറെ സന്തോഷം കർത്താവിന് ജനിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത കുടുംബമായിരുന്നു ബഥാനിയയിലെ ലാസറിൻ്റെ കുടുംബം. ചില വീട്ടിൽ ചെന്നാൽ പെട്ടെന്ന് പോകാൻ തോന്നും. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് സൗര ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകാൻ തോന്നും. ചില വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാർ ചോദിക്കുക എപ്പോഴാണ് പോകുന്നതെന്ന്. അതുപോലെ ആയിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു വീടായിരുന്നു ലാസറിൻ്റെ വീട്. ആ വീട്ടിൽ ചെന്നാൽ കർത്താവിന് പോകാൻ തോന്നത്തില്ല. അത്ര കണ്ട് ആ യേശുവിനെ സൽക്കരിക്കുന്ന, യേശുവിനെ ഏറ്റവും മര്യാദപൂർവമായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു വീടായിരുന്നു ലാസറിൻ്റെ വീട്. സ്വാഭാവികമായിട്ട് പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ, നിങ്ങൾക്ക് പരിചിതമുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആ വീട്ടിലേക്ക് വരുമ്പോൾ ലാസർ ഗ്രഹനാഥനാണല്ലോ, അയാൾ ഇറങ്ങി വരും. കർത്താവിന് ഇന്നത്തെ പാസ്റ്റർമാർ വീട്ടിൽ വരുമ്പോൾ ഗ്രഹനാഥൻ പറയുന്നത് പോലെ തന്നെ എന്തുണ്ട് വിശേഷം, സന്തോഷമായിരിക്കുന്നോ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് പറയുന്ന പോലെ വിശേഷങ്ങൾ തിരങ്ങിയിട്ട് തുടങ്ങിക്കോ, ഞാൻ കൂടിക്കോളാം എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ലാസറിനെ ഒരു ചിത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. 2-ാമത്തെ ഭാഗം മാർത്തയാണ്. പുള്ളിക്കാരി 2-ാമത് വന്ന് കർത്താവിന് വന്ദനം പറയും. കാര്യങ്ങൾ എല്ലാം തിരക്കിയതിന് ശേഷം പറയും, തുടങ്ങിക്കോ, അല്പം പണി അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് മൂവ് ചെയ്യുന്ന മാർത്ത. 3-ാമതായി വരുന്നത് മറിയയാണ്. മറിയ വരുന്നത് ഏറ്റവും അവസാനമാണ്. ഒരു ഇരിപ്പിടവുമായിട്ടാണ് അവൾ വരുന്നത്. യേശു വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അവളും വന്നങ്ങിരിക്കും. എന്ന് വെച്ചാൽ യേശു എവിടെ ഇരിക്കുന്നോ അവിടെ മറിയ വന്നങ്ങിരിക്കും. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, യേശു വരാൻ സന്തോഷിക്കുന്നത് മറിയയാണ്. കാര്യം യേശു വന്നാൽ 3 ദിവസത്തേക്ക് അടുക്കള കയറണ്ട. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുക്കള കയറുന്ന പരിപാടി മൊത്തം ആര് ചെയ്തോളൂ എന്നറിയാവോ? മാർത്ത ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ മറിയ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മാസത്തിൽ 4 പ്രാവശ്യമേലും യേശു വീട്ടിൽ വരണമെന്ന്. കാര്യം 4 പ്രാവശ്യം വന്നാൽ 12 ദിവസം അടുക്കള കയറേണ്ട മൊത്തം ജോലി പുള്ളിക്കാരി ചെയ്തോളൂ. എന്താണെങ്കിലും യേശുവിനോടുള്ള ഭയങ്കരമായ ആഗ്രഹവും വചനം പഠിക്കാനുള്ള വല്ലാത്ത സ്വാധീനവും കൊണ്ട് ഈ പുള്ളിക്കാരി പാദപീഠത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ പാദപീഠത്തിൽ വന്നിരുന്ന് വചനം കേട്ടു. അന്ന് യേശു എടുത്ത സബ്ജക്റ്റ് ഏതാണെന്ന് വ്യക്തമായിട്ട് പുസ്തകം പറയുന്നില്ലെങ്കിലോ ഞാൻ മനസ്സിലാക്കുന്നു പുനരുത്ഥാനം എന്ന സബ്ജക്റ്റ് ആയിരിക്കാം യേശു അന്ന് കൈകാര്യം ചെയ്തത്. പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കാം യേശു അന്ന് കൈകാര്യം ചെയ്തത്. അതിനെപ്പറ്റി ആധികാരികമായി ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടേക്ക് ചെല്ലുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പ്രതലം എന്താണ്, ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ ആധികാരികമായിട്ട് ആ കുടുംബത്തിനകത്ത് കർത്താവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് 4-3 നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ സന്തോഷം അനുഭവിച്ച് യേശു കടന്നു പോകുകയാണ്. ഏകദേശം ബഥാനിയയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് യേശു യാത്ര ചെയ്തു പോയി. ആ സ്ഥലത്തെത്തി അവിടെ കർത്താവ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് വരികയാണ്, ഒരു ടെലക്സ്, ഒരു മെസ്സേജ് കർത്താവിന് വരികയാണ്. നിന്റെ സ്നേഹിതൻ ലാസർ ദീനമായി കിടക്കുന്നു. നിന്റെ സ്നേഹിതൻ ലാസർ ദീനമായി കിടക്കുന്നു. ഈ വാർത്ത കേട്ടിട്ട് യേശു മൈൻഡ് ചെയ്തില്ല. ഇച്ചിരി ദിവസങ്ങളെ കഴിഞ്ഞപ്പോൾ അടുത്തൊരു ന്യൂസ് വന്നു, നിന്റെ സ്നേഹിതൻ ലാസർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ആ ന്യൂസ് കേട്ടിട്ടും യേശു പ്രതികരിക്കാൻ പോയില്ല. 4 നാൾ കഴിഞ്ഞപ്പോൾ, അതായത് മരണവാർത്തയുടെ 4 നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അറ്റം വരെ പോകാം, അവിടം വരെ പോകാം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ അടക്കി പിടിച്ചൊരു സംഭാഷണമുണ്ടായി. ഒരുത്തൻ മാത്രം ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞു, അവനോടുകൂടെ ചാകേണ്ടതിന് നമുക്കും പോകാം. പ്രൈസ് ലോർഡ്. ദീനമായെന്ന് കേട്ടപ്പോഴത്തേക്കിന് പോയില്ല, മരിച്ചെന്ന് കേട്ടപ്പോഴത്തേക്കിന് പോയില്ല. ഇപ്പൊ ഇതാ 4 നാൾ കഴിഞ്ഞ് പഴക്കം ചെന്ന് മൃതദേഹത്തിന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ അവരിൽ ചിലർക്ക് മടുപ്പ് തോന്നി, ആ പാടെ സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ തോമസ് എല്ലാരും ഒതുക്കിയ ഒരു കാര്യത്തെ തുറന്നങ്ങ് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം.
നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ മരിച്ച് 4 നാൾ കഴിയുക എന്ന് പറഞ്ഞാൽ 96 മണിക്കൂർ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി റീസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല, റീക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഞാനത് പിന്നത്തെ പറയാം. നോക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ സെമിട്രിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടേക്ക് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കല്ലെറിയാൻ സാധ്യതയുണ്ട്, ആളുകൾ കൂടി അടിക്കാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് അറിയാവുന്ന തോമസ് പറഞ്ഞത്, അവന്റെ കൂടെ മരിക്കേണ്ടതിന് നമുക്കും അങ്ങോട്ട് പോകാം. ആമേൻ. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനൊരു സംഭവം പറയാം. അന്നേരം ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പറയാം. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരസ്യയോഗം പ്രസംഗിക്കാൻ അറിയാത്ത ഒരു സമയത്ത് പരസ്യയോഗം പ്രസംഗിക്കാൻ പഠിക്കാൻ വേണ്ടി ഞാനൊരു സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ആ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പരസ്യയോഗത്തിന് വേണ്ടി അദ്ദേഹം എന്നെ കൊണ്ടുപോവുക. ഇദ്ദേഹം ഭയങ്കര പ്രസംഗമാണ്, നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ. പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അടിക്കാത്തവരും കൂടെ അടിക്കും, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും. അതുപോലെ അദ്ദേഹം പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗം അങ്ങോട്ട് പറഞ്ഞ് വിളിക്കുന്ന രീതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 3 ചെറുപ്പക്കാർ വരികയാണ്. അപ്പോൾ അവർ ഉറപ്പായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി മുണ്ടൊക്കെ പൊക്കി അങ്ങ് കുത്തി ഒരു ദേഷ്യഭാവത്തിലാണ് വരുന്നത്. അപ്പം എൻ്റെ അടുത്ത് നിന്നവൻ ചോദിച്ചു, നിനക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദാഹമൊന്നുമില്ല, എന്നാലും അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലൊന്നും തോന്നി. അങ്ങനെ ഞാൻ അവനോട് പറയണം, വാ പോകാമെന്ന്. അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടയിൽ ചെന്നു. ഞങ്ങൾ രണ്ടുപേരും നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു. കടയിലോട്ട് നോക്കി ഓർഡർ ചെയ്തു. നാരങ്ങ വെള്ളം എടുക്കാൻ സമയമുള്ളതുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സാറിൻ്റെ പിറകെ പലരും ഇല്ല. എനിക്ക് തോന്നുന്നു പലരും നാരങ്ങ വെള്ളം കുടിക്കാൻ പോയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നാരങ്ങ വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാരിൽ ഒരുത്തം വന്ന് മൈക്ക് ഇങ്ങനെ കൈകൊണ്ട് തട്ടി അങ്ങ് മാറ്റി. എന്നിട്ട് ഈ സാറിനെ ചെവിയിൽ എന്തോ പറഞ്ഞു. അടിച്ചില്ല, ഇടിച്ചില്ല, ഷട്ട പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. മൈക്ക് മാറ്റി പിടിച്ചിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് അവർ 3 പേരും തിരിച്ചങ്ങ് പോയി. പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം പതിയെ അടുക്കാൻ തുടങ്ങി. പതിയെ അടുത്ത് വന്നപ്പോഴത്തേക്കിന് സാറ് പ്രസംഗം നിർത്തുന്നില്ല, നല്ല സൂപ്പറായിട്ട് പ്രസംഗിക്കുന്നു. പ്രസംഗം കഴിഞ്ഞു, സാധനം എല്ലാം വാരി വണ്ടിയിലേക്ക് കയറ്റുകയാണ്. വലിയ ട്രാവലാണ്, അതിനകത്തോട്ട് കയറ്റുകയാണ്. എന്നിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചു, സാറേ ആ 3 പേരിൽ ഒരുത്തൻ എന്നാ സാറിൻ്റെ ചെവി പറഞ്ഞത്? അപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് പറയുക, അവൻ പറഞ്ഞെന്നാ നിങ്ങൾക്കറിയാവോ, ധൈര്യമുള്ളവന്മാരുമായിട്ട് പരസ്യയോഗത്തിന് പോകാവുള്ളെന്ന് അവൻ പറഞ്ഞതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അവന് വരെ പിടുത്തം കിട്ടി, പിറകി നിൽക്കുന്ന ഒരുത്തനും ധൈര്യമില്ലെന്ന്. നോക്കുക, യേശു കർത്താവ് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ തോമസ് പറഞ്ഞ കാര്യം ഏകദേശം ഈ സെയിമാണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കർത്താവ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞു. നമ്മളേത് വിദേശത്തായിരിക്കുന്ന സമയത്ത് നാട്ടിലാരെങ്കിലും മരിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം അവരുടെ വീട്ടിലാണ് പോകാറുള്ളത്, കല്ലറയിൽ പോകാറില്ല. നോക്കുക, എന്നാൽ യേശു നേരെ ചെന്നത് കല്ലറയിലേക്കാണ്. ശിഷ്യന്മാരുമായിട്ട് കല്ലറയിലേക്ക് യേശു ചെല്ലുന്നത് 96 മണിക്കൂറിന് ശേഷമാണ്. ഒരു മനുഷ്യൻ മരിച്ച് ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ബോധ്യമാകുന്നു. ചില ആളുകൾ പറയുന്നത് കണ്ണ് ആ സമയം അടഞ്ഞില്ലെങ്കിൽ പിന്നീട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കേണ്ടി വരും, വാ അടഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് ഒട്ടിക്കേണ്ടി വരും, കൈ നിവരുന്നില്ലെങ്കിൽ പിന്നെ അത് ഒടിച്ച് നിവർത്തേണ്ടി വരും. അതുകൊണ്ട് അറിവുള്ളവർ മരിച്ച ഉടനെ കണ്ണ് തിരുമ്മി അടയ്ക്കും, വാ ചേർത്തങ്ങടയ്ക്കും. ഇതെല്ലാം ചെയ്യുന്നത്, ഈ കെട്ടൊക്കെ കെട്ടുന്നത് ഇതൊന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കൈയെല്ലാം നേരെ പിടിച്ചു വെക്കും. അങ്ങനെയാണ് ഈ മരണം നടന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ ശരീരത്തിൽ ഭയങ്കരമായി തണുപ്പ് അനുഭവപ്പെടും, ബ്ലഡ് ക്ലോട്ടാകും, അങ്ങനത്തെ ഒത്തിരി സംവിധാനങ്ങൾ നടക്കും. 24 മണിക്കൂർ കഴിയുമ്പോൾ ശരീരം നിർജീവ അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് അതിനെ ദ്രവിപ്പിക്കുവാൻ, അതിനെ ജീർണിപ്പിക്കുവാനുള്ള പ്രോസസ്സിങ് ശരീരത്തിൽ ആരംഭിക്കും. 48 അവേഴ്സ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ മൊബൈൽ മോർച്ചറിയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ കണ്ണ് പുറത്തേക്ക് തള്ളുകയും നാക്ക് പുറത്തേക്ക് തള്ളുകയും വയറ് ഉന്തി വരികയും ചെയ്യും. 72 മണിക്കൂറാകുമ്പോൾ ഒരുതരം സ്രവം ചെവിയിൽ നിന്ന് പുറത്തേക്ക് വരും, മൂക്കിൽ നിന്നും ദ്വാരഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരും. അവിടെ പിന്നെ നിൽക്കാൻ പറ്റാത്തതുപോലെ ദുർഗന്ധം ഈ സ്രവത്തിനുണ്ടാകും. ഈ 72 മണിക്കൂർ കഴിഞ്ഞ ഉടനെ അകത്ത് ഉണ്ടായ പുഴുക്കൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. 96ാമത്തെ മണിക്കൂർ എന്ന് പറഞ്ഞാൽ പുഴു തിന്നാൻ ആരംഭിച്ച മണിക്കൂറാണ്. ആന്തരിക അവയവങ്ങളെല്ലാം പുഴുക്കൾ തിന്നാൻ ആരംഭിച്ച മണിക്കൂറുകളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംവിധാനം
വൈദ്യശാസ്ത്രത്തിന് സംഭാവന ചെയ്തത് മിസ്രൈം സാമ്രാജ്യമാണ്, ഈജിപ്റ്റാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. മമ്മി പോലുള്ള സമ്പ്രദായങ്ങൾ അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരാണത് സംവിധാനം, ഈ ഒരു പോസ്റ്റ്മോർട്ടം സംവിധാനം വൈദ്യശാസ്ത്രത്തിന് സംഭാവന ചെയ്തതായിട്ട് പഠിപ്പിക്കപ്പെടുന്നു. ഇച്ചിരൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഇച്ചിരൂടെ അഡ്വാൻസ് ടെക്നോളജിയിൽ എംബാം സംവിധാനം, ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ തന്നെ എംബാം സംവിധാനം ഇച്ചിരൂടെ ഡെവലപ്പ് ചെയ്യുന്നത് വൈദ്യശാസ്ത്രത്തിന് കൈമാറിയത് റോമൻ സാമ്രാജ്യമാണ്. ആ റോമൻ സാമ്രാജ്യത്തിൽ പ്രവിശ്യയിൽപ്പെടുന്നവർ മരിച്ചാൽ അവരെ എംബാം ചെയ്തതിന് ശേഷമേ അടക്കം ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ബഥാനിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മരിക്കുന്നവരെ എംബാം ചെയ്തതിന് ശേഷമാണ് അടക്കം ചെയ്യുന്നതെന്ന് ഈ അടുത്തിടയിലുള്ള ഒരു ആർട്ടിക്കിളിൽ വായിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കുടലും കരളും ആന്തരിക അവയവങ്ങൾ പലതും എടുത്തു മാറ്റി തുന്നിക്കെട്ടിയിട്ടാണ് ആരെ അടക്കം ചെയ്തതെന്നറിയാമോ? ലാസറിനെ അടക്കം ചെയ്തത്. ലാസറിൻ്റെ കല്ലറയിലേക്ക് വരുമ്പോൾ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ലാസർ ഉയർത്തെഴുന്നേറ്റാലും ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. കാര്യം ഇതെല്ലാം എംബാം ചെയ്തതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ 12 അധ്യായം ഞെട്ടിപ്പിക്കുക, അവൻ പന്തിയിലിരുന്നു. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? യേശു ആ കല്ലറയുടെ വാതിക്കൽ വന്ന് നിൽക്കുക. 2 പേരെ ഞാനൊന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. യേശു ആ കല്ലറയുടെ വാതിക്കൽ വന്ന് നിൽക്കുക. കല്ലറയുടെ വാതിക്കൽ വന്ന് നിൽക്കുന്ന സമയം, നീ വന്നേ, കല്ലറയുടെ വാതിക്കൽ വന്ന് യേശു നിൽക്കുകയാണ്. എൻ്റെ പുറകെ വന്നേ. കല്ലറയുടെ വാതിക്കൽ വന്ന് യേശു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം വന്നത് മാർത്തയാണ്. മാർത്ത വന്ന് പുറകെ വന്നത് യേശു അറിഞ്ഞില്ല. യേശു കല്ലറയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സാഹചര്യത്തെ മൊത്തത്തിൽ യേശു മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വിഷാദചിത്തനായി നിൽക്കുമ്പോൾ പിറകിൽ മാർത്ത വന്നു. മാർത്തയുടെ ഡയലോഗാണ് നമ്മൾ ആദ്യം വായിച്ചത്. വായിച്ച ആദ്യത്തെ ഡയലോഗ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു ഞെട്ടിപ്പോയി. കാര്യം എന്നാണെന്നറിയോ? യേശുവിനറിയാം ആ ശബ്ദം നന്നായിട്ട്. ആ ശബ്ദം മാർത്തയുടെ ശബ്ദമാണ്. ഒറ്റ മീറ്റിങ്ങിന് ഇരിക്കത്തില്ല. മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം അടുക്കളയിൽ ഇരിക്കുന്നവളാണ് ആരാ? പറ, മാർത്ത. ഈ മാർത്തയുടെ സൗണ്ട് കേട്ട ഉടനെ കർത്താവ് ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആ നോട്ടത്തിനൊരർത്ഥമുണ്ട്. നീ ഇത്രയൊക്കെ പറയുമോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ ഇത്രയിലൊക്കെ പറയാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ആ ഭാവത്തിലാണ് കർത്താവ് തിരിഞ്ഞു നോക്കിയത്. ആ നോട്ടം മാർത്തയ്ക്ക് അത്ര സുഖിച്ചില്ല. അതുകൊണ്ട് മാർത്ത പറഞ്ഞു, ഇപ്പോഴും നീ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവൻ അത് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നവർ. ഈ മാർത്തയുടെ നെഗറ്റീവ് വശങ്ങളെ ആളുകൾ കേട്ടിട്ടുള്ളൂ. മാർത്തയ്ക്കുണ്ടായ ഒരു പോസിറ്റീവ് തലങ്ങൾ ഞാൻ പറയാൻ പോവുക. ഇപ്പോഴും നീ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അത് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ? എന്റെ സഹോദരൻ 96 മണിക്കൂറുകളായിട്ട് ആ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത്. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈതട്ടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ നന്നായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന് മനസ്സിലായി അവൾ ഉദ്ദേശിച്ചത് എന്താന്ന് യേശുവിന് മനസ്സിലായി. പക്ഷെ യേശു തിരിഞ്ഞു പിന്നെയും നോക്കി. തിരിഞ്ഞു പിന്നെയും നോക്കിയ ഉടനെ, ഇപ്പോഴും എൻ്റെ സഹോദരൻ നീ പറഞ്ഞ പിതാവിനോട് ചോദിച്ചാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പം മാർത്തയുടെ 4ാമത്തെ ഡയലോഗ്, നീ പുനരുത്ഥാനവും ജീവനും മാത്രമല്ല, നീ ക്രിസ്തുവാണെന്ന് എനിക്കറിയാം. ശക്തിയോടെ ഹാലിലേ പറഞ്ഞോട്ടെ. ഇങ്ങനെ മാർത്ത ഈ ഡയലോഗ് പറഞ്ഞിട്ട് വരാവോ? മറിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. മറിയ വരിക. മറിയ പുറകെ വന്നേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറിയ പുറകെ വന്നപ്പോഴത്തേക്കിന് മറിയയുടെ ആദ്യത്തെ ഡയലോഗ് മാർത്ത പറയുന്ന പോലെ തന്നെ. എന്താ മാർത്ത പറഞ്ഞത്? നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കത്തില്ലെന്നാ. മറിയം വന്നിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. മറിയം വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവിന് സത്യം പറഞ്ഞാൽ മറിയയുടെ മുഖത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ ഒരു നോട്ടം നോക്കി. ആ നോട്ടം നോക്കിയിട്ട് കർത്താവ് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. അവിടെ എഴുതിയേക്കുന്ന വാക്യം അങ്ങനെയാണ്, യേശു കണ്ണുനീർ വാർത്തു. ഞാൻ ആ വാക്യം വായിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, നീ മുഖപുഷമാണ് കാണിച്ച്. ആ മാർത്ത വന്ന് 4 വാചകം പറഞ്ഞിട്ട് നീ കരഞ്ഞില്ല. ഈ മറിയ വന്ന് ഈ ഒരു സെന്റൻസ് പറഞ്ഞപ്പോൾ നീ എന്തിനാ കർത്താവെ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ കരഞ്ഞതല്ല, അവൾ എന്നെ കരയിപ്പിച്ചതാ. ഇത്രയും വർഷം എൻ്റെ പാദപീഠത്തിലിരുന്ന ആ പഠനം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇവൾ എന്തോ തലയ്ക്കകത്ത് കയറ്റുന്നുണ്ടെന്ന്.
ഇവൾ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്, എന്തൊക്കെയോ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടുക്കളയിൽ നിന്നവൾ സ്കോർ ചെയ്തു, പാദപീഠത്തിൽ ഇരുന്നവൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. മീറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ അവൾ അടുക്കളയിൽ നിന്നിട്ട് 4 കാര്യമേലും പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് 4 വെളിപ്പാട് അവൾ പറഞ്ഞു. എന്നെ പ്രവർത്തിപ്പിക്കാൻ പാകത്തിലുള്ള രീതിയിൽ അവൾ സംസാരിച്ചു. പക്ഷെ പാദപീഠത്തിൽ ഇരുന്നവൾ ഇപ്പൊ വന്ന് പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇതല്ല മറിയ നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ആത്മനിയോഗത്തിൽ പറയുന്നു, വചനം എത്ര ഉണ്ടെന്ന് പഠിക്കുന്നതോ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ പ്രസംഗം ഉണ്ടാക്കുന്നതോ, ഒരു വചനം പുതുതായിട്ട് തിരികെ അകത്തേക്ക് കയറ്റുന്നതിലെ അല്ല കാര്യം ഇരിക്കുന്നത്. ഉണ്ടാകുന്ന വചനത്തെ സാഹചര്യത്തിൽ പ്രയോഗിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈയൊന്ന് തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 31,173 വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെന്ന് നമുക്കറിയാം. 35,66,460 അക്ഷരങ്ങൾ ഇതിനകത്തുണ്ടെന്നറിയാം. ഇതൊക്കെ കോമൺ ആയിട്ട് ബൈബിൾ പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എത്ര വാക്യം അറിയാമെന്നുള്ളതല്ല. സാഹചര്യങ്ങളുടെ നടുവിൽ വചനത്തെ ഉപയോഗിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വരും. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നന്നായി കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. പാദപീഠത്തിൽ മണിക്കൂറുകൾ ഇരുന്ന് വചനം പഠിച്ച മറിയ തോറ്റുപോയപ്പോൾ അത്രയുമൊന്നും എടുത്തു പറയാനില്ലാത്ത മാർത്ത പറഞ്ഞ വാക്ക് അവനെ പ്രവർത്തന യോഗ്യനാക്കി മാറ്റി. 40-ാമത്തെ വാക്യത്തിൽ 2 പേര് നിൽക്കുന്ന സദസ്സിൽ യേശു ഒരു ഏകവചനം പറഞ്ഞു. 40-ാമത്തെ വാക്യം, വിശ്വസിച്ച നീ എന്ന അവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളെന്നല്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ പ്രയോഗം പറഞ്ഞത് മറിയോടല്ല, മാർത്തയോടാ. ദൈവത്തിന്റെ വചനത്തെ അവസരോചിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ എത്ര പഴകിയ വിഷയത്തിലും വിടുതൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് ഈ സഹോദരിമാർ 2 പേരും നിൽക്കുമ്പോൾ മാർത്ത പറഞ്ഞ വാക്കിനെ സ്വീകരിച്ചിട്ട് യേശു ധൈര്യം പൂണ്ട് പിതാവിങ്കിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് യേശു കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞതിന് ശേഷമായിട്ട് കല്ലറയ്ക്ക് നേരെ നോക്കിയിട്ട് യേശു പറഞ്ഞ വാക്ക്, കല്ല് ഉരുട്ടി മാറ്റുവിൻ. കല്ലുരുട്ടി മാറ്റുവിൻ എന്ന് പറഞ്ഞപ്പോൾ നടുങ്ങിപ്പോയ ആളുകൾ. യേശു തന്റെ ഐഹിക ശുശ്രൂഷയിൽ 3.5 വർഷത്തിനിടയിൽ മരിച്ച 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ച 6 മണിക്കൂർ കഴിഞ്ഞ ഒരു ബാലകനെ, ഒരു കൊച്ചുകുഞ്ഞിനെ ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ച 24 മണിക്കൂർ കഴിഞ്ഞ ഒരു യൗവനക്കാരനെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ച 96 മണിക്കൂർ കഴിഞ്ഞ ഒരു യുവാവിനെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. നോക്കുക, ഈ 3 ഭാഗത്തും 3 രീതിയിലാണ് യേശു ശുശ്രൂഷിക്കുന്നത്. കൊച്ചു മരിച്ചുപോയി 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് തട്ടി ഉണർത്തുക ചെയ്തത്. ഉറങ്ങുകയാന്ന് പറഞ്ഞ് തട്ടി ഉണർത്തുക ചെയ്തത്. 24 മണിക്കൂർ കഴിഞ്ഞെടുത്ത് തട്ടി ഉണർത്തുകയല്ല ചെയ്തത്, അതിനെ വഹിച്ച മഞ്ചത്തെ തൊട്ട് ഉണർത്തി. എന്നാൽ 96 മണിക്കൂർ കഴിഞ്ഞ ആ കല്ലറയുടെ വാതിക്കൽ തൊടാനും പിടിക്കാനും പോയില്ല. ശബ്ദം കൊണ്ടവൻ അതിനെ പുറത്തു കൊണ്ടുവരികയാ. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ പറയുന്നു, അവന്റെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുന്നുണ്ട്. എത്ര പഴക്കം ചെന്ന വിഷയത്തിലോ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കുവാൻ അവന്റെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുന്നുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. കർത്താവ് പറയുന്നു, കല്ലുരുട്ടി മാറ്റുവീൻ. ആ കാലഘട്ടത്തിലെ ഒരുത്തനും പറയാൻ തന്റെ ഇടം കാണിക്കാത്തൊരു വാക്ക്. 96 മണിക്കൂർ പഴുത്ത നാറിത്തുടങ്ങിയ മൃതദേഹം ഇരിക്കുന്ന ഒരു കല്ലറയുടെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ ഓർഡിനറി തന്റെ ഇടം വേണം. അങ്ങനെ തന്റെ ഇടമുള്ള കുറെ ദൈവമക്കളുടെ കൂട്ടവാ പെന്തിക്കോസ് എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഇത് ചുമ്മാ മലങ്കരെ വളർന്നതല്ല.
ഇത് ചുമ്മാ പൊങ്ങിക്കേറിയതല്ല. ഇത് ചുമ്മാ കയ്യടിയും പാട്ടും മാത്രമല്ല. കൽപ്പിക്കാനും കൽപ്പിച്ച് പുതിയതായി ചിലതിനെ സൃഷ്ടിക്കാനോ കരുത്തുള്ള വിശുദ്ധന്മാരുടെ പ്രസ്ഥാനമായത്. ശക്തിയോടെ കരമടിച്ച് ഈ രാത്രി കർത്താവിന് ആരാധന കൊടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. അഭിഷേകത്താൽ ജയം വ്യാപരിക്കുന്നു. ശക്തമായിട്ടൊരു ആഹ്വാനം ഇന്ന് രാത്രി കൽപ്പിക്കുകയാ. നീ കൽപ്പിക്കാൻ വാ തുറന്നാൽ തമ്പുരാൻ അത്ഭുതം ചെയ്യാൻ ഇറങ്ങി വരൂ. ഈ രാത്രി വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ കൈ ഉയർത്തി നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ വാക്ക് പ്രപഞ്ചത്തെ ഇളക്കുന്നതായിരുന്നു. ആ വാക്ക് ശാസ്ത്രിമാരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വാക്ക് പരീശവൃന്ദങ്ങളുടെ തലകുനിപ്പിക്കുന്നതായിരുന്നു. ആ വാക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ ചിന്തകന്മാരുടെ തല പുകഞ്ഞാലോചിച്ച പിടുത്തം കിട്ടാത്ത ഒരു ശബ്ദമായിരുന്നു. അടഞ്ഞ കല്ലറവൻ തുറക്കുകയാ. ഇന്ന് രാത്രി എനിക്ക് അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. മനുഷ്യനടച്ചത്, നിയമമടച്ചത്, പ്രമാണമടച്ചത്, പാരമ്പര്യമടച്ചത്, ഏതെങ്കിലും ബന്ധങ്ങൾ ചേർന്നടച്ചത്, ഏതെങ്കിലും പൈശാചിക സമൂഹം അടച്ചത് ഈ പട്ടണത്തിന്റെ നടുവിലുണ്ടെങ്കിൽ ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രി ഒരു ശബ്ദം പുറപ്പെട്ടു വരുന്നു. അടഞ്ഞതെല്ലാം തുറന്നു വരട്ടെ, അടഞ്ഞതെല്ലാം തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ വചനം കേട്ട് ഈ പന്തലിന്റെ അകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് നേരെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ ഉറപ്പിച്ചോ, നിന്റെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത് ചിലത് അടഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധൻ അതിനെ തുറക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത് തുറക്കാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ അത് തുറന്നു വരാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ അത് തുറന്നു വരാൻ പോകുകയാ. എത്ര പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതാണെങ്കിലോ, ആളുകൾ പറഞ്ഞു തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതാണെങ്കിലോ, ഇന്ന് രാത്രി അതിനെ തിരിച്ചെടുക്കാൻ കരുത്തുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ആ നാമം കേൾക്കുമ്പോൾ കൈയടിച്ചോ, കൈ ഉയർത്തിയോ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ അവനെ ആരാധിക്കട്ടെ. ഒരു ചിന്തയും കൂടെ ഞാൻ പറയാം. ലാസർ മരിച്ച സമയത്ത് ആ വീട്ടിൽ ശവസംസ്കാരത്തോട് ബന്ധപ്പെട്ട് വന്നുകൂടിയ സകല ആളുകളും സംസാരിച്ചത് ലാസറിനെ കുറിച്ചല്ല. അവർ വന്ന ആളുകൾ മുഴുവൻ സംസാരിച്ചത്, അവർക്ക് അപ്പനില്ല, അമ്മയില്ല, ഈ സഹോദരിമാർക്ക് ആകെ ഉണ്ടായിരുന്നത് ലാസറാ. അപ്പൊ ലാസർ മരിച്ച് അവന്റെ അടക്കം നടക്കുമ്പോൾ അടക്കി പിടിച്ച് പലരും സംസാരിച്ചത്, ആ പെൺപിള്ളേർക്ക് ഇനി ആരുമില്ല, അവരുടെ കല്യാണം ആര് നടത്തും, അവരുടെ മുമ്പോട്ടുള്ള ഭാവി എങ്ങനെയായിരിക്കും, അവരെങ്ങനെ ജീവിക്കും. സത്യം പറഞ്ഞാൽ ലാസറിനെ കുറിച്ച് ചിന്തിക്കുന്നവരവിടെ ഇല്ല, ആ പെൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നവരവിടെ ഉണ്ട്. യേശു വന്നിട്ട് പെൺകുട്ടികളെ കുറിച്ചല്ല ചിന്തിച്ചത്, ലാസറിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ പിന്നെയും പറയുകയാ, ആരും നിന്നെ കുറിച്ച് ചിന്തിക്കാനില്ലായിരിക്കാം, പക്ഷെ യേശു നിന്നെ കുറിച്ച് ചിന്തിക്കുകയാ. എല്ലാം ഉള്ളപ്പോ എല്ലാരും ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരും പിന്നെ അടുക്കത്തില്ല. കഠിനമായ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരും അടുക്കത്തില്ല. കൂട്ടിക്കഴിഞ്ഞാൽ കാശ് ചോദിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് കാശ് ചോദിക്കുമെന്ന് പേടിച്ചുള്ള ബന്ധങ്ങളെല്ലാം അകന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. കൂട്ടത്തിൽ നിൽക്കുന്നവരുത്തൻ ബലഹീനനായാൽ അവനോട് പിന്നെ കൂട്ടുകൂടാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ നടുവിലാണ് നാം താമസിക്കുന്നത്. അതിന്റെ നടുവിൽ ഒരു നല്ല ശബ്ദം പുറപ്പെടുന്നു. ബലഹീനൻ എവിടെയുണ്ടോ അവനെ തപ്പി വരുന്നൊരു യേശു. നിസ്സാരക്കാരൻ എവിടെയുണ്ടോ അവനെ തപ്പി വരുന്നൊരു യേശു. എല്ലാരും സംസാരിക്കുന്നതല്ല യേശു സംസാരിച്ചത്. യേശു പറഞ്ഞു, ഞാൻ വന്നത് മാർത്തയ്ക്കും മറിയയ്ക്കും വേണ്ടിയല്ല, ലാസറിന് വേണ്ടിയാ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കർത്താവ് വിളിക്കുക, ലാസറസ്, ക്ഷമിക്കണം, കല്ല് ഉരുട്ടി മാറ്റുവിൻ. ഒരു പ്രയോഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിശ്വാസത്തിൻ്റെ പ്രയോഗമല്ല, സ്വാഭാവിക ജ്ഞാനത്തിൻ്റെ പ്രയോഗം. അത് എന്താണെന്നറിയാവോ? 4 നാളായി നാറ്റം വെച്ച് തുടങ്ങി. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ 12 ശിഷ്യന്മാർ മൂക്കി കൈവച്ചിട്ടുണ്ട്. 4 നാളായ മൃതദേഹമല്ല. ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് വിശ്വസിച്ചു. കർത്താവ് വിചാരിച്ചു തൻ്റെ കൂടെ 12 എണ്ണം കാണും, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം പറഞ്ഞ തോമസ് തന്നെയാണ് ആദ്യം കൈവച്ചേക്കുന്നത്. 12 പേര് മൂക്കി കൈവച്ചിട്ടുണ്ട്. പിന്നെയും കർത്താവ് നോക്കിയപ്പം മാർത്തയും മറിയയും മൂക്കി കൈവച്ചിട്ടുണ്ട്. കർത്താവിന് പിന്നെയും നോക്കിയപ്പം
സന്തോഷം തോന്നി. 3-4 ചെറുപ്പക്കാർ മൂക്കി കൈവച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം തോന്നി കർത്താവിന്. അതാരാന്നറിയോ? 2 കൈ കൊണ്ട് കല്ലേ പിടിച്ചുകൊണ്ട് അവർക്ക് മൂക്കെ പിടിക്കാൻ പറ്റിയില്ല. അവരാരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്മാർ ഈ കല്ല് പിടിച്ചിങ്ങനെ ഉരുട്ടുക. അപ്പോൾ 2 കൈ കൊണ്ട് ഇത് പിടിച്ചേക്കുമല്ലേ. അവരത് ഉരുട്ടി അല്പം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തൊന്നും ദുർഗന്ധമൊന്നുമില്ല. കാര്യം യേശു വന്നപ്പോഴേ ഉയർപ്പ് നടന്നിരിക്കുക. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞേ, നിത്യജീവൻ, സത്യമായവൻ, ജീവൻ പ്രദാനം ചെയ്യുന്നവൻ, ആയുസ് നീട്ടാൻ അധികാരമുള്ളവൻ, റീസ്റ്റോർ ചെയ്യുന്നവൻ, റീക്രിയേറ്റ് ചെയ്യുന്നവൻ എവിടെ വന്നോ അവിടെ മരണം പൊട്ടിമാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചൊരു ദൂതോടെ പറയാം. മരണത്തിന് വിധിക്കപ്പെട്ട ചിലർ ഈ രാത്രി ഈ വചനത്തിൽ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. ഈ വചനം അവർക്ക് ജീവനായി മാറാൻ പോകുകയാണ്. യേശു ആ കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ കല്ലുരുട്ടി മാറ്റിയപ്പോൾ അവിടെ പോയി കണ്ടാൽ അറിയാം, താഴോട്ടിറങ്ങി താഴെ കൊണ്ടുവെക്കുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നൊരു മൃതദേഹം തന്നെ കയറി വരിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ യേശു കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞ് കല്ലുരുട്ടി മാറ്റിയപ്പോൾ താഴെ വെച്ചവൻ മുകളിൽ വന്ന് നിൽക്കുക. കൈയുർത്തിയൊരു സ്തോത്രം പറയാമോ? നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ച 3 കെട്ട. കേബ്രാം പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 2 കൈ കൂട്ടി കെട്ടുന്നത് എത്ര അനോയിൻറ്റിങ് വന്നാലും കൈയടിക്കത്തില്ല. അതിനുവേണ്ടി 2 കെട്ട്. വാ തുറക്കത്തില്ല ചിലർ. അല്ല, വീട്ടിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. ദൈവവചനം കേട്ടാൽ ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെ വാ കൂട്ടി വെക്കും. ഇവിടെ ഒരു കെട്ട്. 3-മത്തെ സത്യം അറിഞ്ഞാലും നിൽക്കുന്നിടത്തേ നിൽക്കത്തുള്ളൂ, പുറത്ത് വരത്തില്ല. അതിന് 2 കാലും കെട്ടി ഒരു കെട്ട് കേട്ടു. പക്ഷേ നമ്മളെക്കാളും മിടുക്കന്മാരാ ഇവിടെ ഇസ്രായേലുള്ളവർ. അവർക്ക് 3 കെട്ടല്ല, മൊത്തം പൊതിയുക. മരിച്ചാൽ പിന്നെ നീ ഇങ്ങോട്ട് വരുവേ വേണ്ട. സ്തോത്രം പറയാമോ? അപ്പം ഇങ്ങനെ 3 കെട്ട് കെട്ടിയവൻ ഒരുവിധമൊക്കെ ചാടിയാണെങ്കിലും വരാം. മൊത്തം പൊതിഞ്ഞവൻ എങ്ങനെ വരാനാ? അപ്പം അവൻ കയറി വരണമെന്നുണ്ടെങ്കിൽ അവനെ പൊക്കിക്കൊണ്ട് വരുന്ന ആരോ കല്ലറയിൽ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ 12 എണ്ണമുണ്ട്, കല്ലറയ്ക്കകത്തും 12 എണ്ണമുണ്ട്. കൂട്ടത്തിൽ 12 എണ്ണം ജഡശരീരമുള്ളവരും ആ കല്ലറയ്ക്കകത്തുള്ള 12 എണ്ണം സ്വർഗത്തിലെ ദൂതന്മാരുമാകും. ഞാനെങ്ങനെ വിശ്വസിക്കുക? എന്നെ ഇന്ന് രാത്രി സപ്പോർട്ട് ചെയ്യാൻ ഒരു രാജ്യം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ആ രാജ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ കല്ല് തുറക്കാൻ കർത്താവ് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടന്നു. ആ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. മോനെ, നീ ഇങ്ങോട്ട് വന്നടാ. ആ കറുത്ത ഷർട്ടിടെ നീ വാ. അവന്മാരെ 2 പേരെ വിളിച്ചപ്പോഴത്തേക്കിന് അവനെ വിളിക്കാത്തതിനൊരു സങ്കടമാകണ്ട. അവൻ വരിക. ഇത് ലാസറ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വന്നു എൻ്റെ മുഖത്ത് നോക്കിയിരിക്കും. ലാസറാണിത്. ലാസർ മരിച്ച് സ്വർഗത്തിൽ വന്നിരിക്കുക. കർത്താവ് ജഡത്തിൽ, ശരീരത്തിൽ, ഭൂമിയിലുണ്ട്, ആത്മാവിൽ സ്വർഗത്തിലാണ്. അത് വിശ്വസിക്കുന്നവർ ഹാലല്ലേ പറഞ്ഞാട്ടെ. ജഡത്തിൽ, ഭൂമിയിലും, ആത്മാവിൽ, സ്വർഗത്തിലുമാണ്. ലാസർ മരിച്ച് നേരെ കയറി വന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കൽ ചേർക്കപ്പെടും എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ മരിച്ച ഉടനെ നേരെ അങ്ങ് വന്നു. ലാസർ വന്ന ഉടനെ കർത്താവ് കൈ കൊടുത്തു. നീ വന്നത് ഈ സന്തോഷം. ചിരിക്കുക നന്നായിട്ട്. നീ വന്നത് ഈ സന്തോഷം. ലാസർ നന്നായിട്ട് ചിരിച്ചു. ആ ചിരിച്ച് കണ്ടപ്പോഴത്തേന് കർത്താവ് പറഞ്ഞു, 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോക്കണോ? വേണ്ടതില്ല. ലാസർ ചിരി നിർത്തി ആശ്ചര്യത്തോടെ നോക്കുക. കർത്താവേ, ഇവിടെ വരുന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഞാൻ എന്നെ താഴെ പഠിച്ച വചനത്തിനകത്തൊന്നും മരിച്ചവർ മുകളിലോട്ട് പോയാൽ തിരിച്ചു വരത്തില്ലെന്ന് എന്നെ പഠിപ്പിച്ചവരും പ്രസംഗിച്ചവരും എല്ലാം പറഞ്ഞേക്കുന്നത്. ഞാൻ അത് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ പഠിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണം. ഹലോ, ഞാൻ ആ കല്ലറയുടെ വാതുക്ക് വന്ന് വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് പുറത്ത് വന്നോണം. ഒരു സ്തോത്രം പറ. ഈ സംഭവം ശിഷ്യന്മാർക്കറിയത്തില്ല, ആ പ്രദേശത്തുള്ളവർക്കറിയത്തില്ല. ഇത് പ്രീ ഡെസ്റ്റിൻ്റെ അകത്ത് നടക്കുന്നതാണ്. ഇത് സ്വർഗത്തിൽ പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. ഹലോ, ഈ പദ്ധതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് കർത്താവ് ബെഥാനിയ വന്നത്. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഈ വീട്ടുകാരുടെ ആഗ്രഹമല്ല. ഈ കൺവെൻഷൻ്റെ പിറകിൽ ദൈവത്തിനൊരു മുൻനിർണയമുണ്ട്. ആ പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്യാനാ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഉറപ്പിച്ചോ, അടഞ്ഞതൊക്കെ ഇന്ന് രാത്രി തുറക്കൂ. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വന്നിരിക്കൂ. വിശ്വസിക്കുന്നവർ നന്നായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ.
നന്നായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചേ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു, ദൈവമഹത്വം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു, കർത്താവിൻ്റെ കൃപ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം വിഭാഗിക്കാൻ പരിശുദ്ധാത്മാവിനെ അധികാരപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശുവിന് പകരക്കാരനായിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. യേശുവിന് പകരക്കാരായിട്ടാണ് എൻ്റെ പിറകിലെ അപ്പോസ്തലന്മാർ ഇരിക്കുന്നത്, ദൈവദാസന്മാർ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും യേശുവിന് പകരക്കാരാണ്. നീ വാ തുറന്നാൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കൂ. നീ വാ തുറന്നാൽ അടഞ്ഞതെല്ലാം തുറന്നു വരൂ. വിശ്വസിക്കാൻ കരുത്ത് പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. ഒരു ഫോണിലൂടെ അയൽ രാജ്യത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ദേഹത്തുള്ള മുഴ പ്രത്യക്ഷമാകുന്നത് നേരിട്ട് ചെന്ന് കൈവച്ചിട്ടല്ല, നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചിട്ടല്ല, ശബ്ദം ചെന്നിട്ടത് സംഭവിക്കുന്നതെങ്കിൽ ഒരു TV പ്രഭാഷണം കേൾക്കുമ്പോൾ കിടക്കെ കിടക്കുന്ന തളർവാദ രോഗി ചാടി എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചെന്ന് തൊട്ടിട്ടല്ല, ശബ്ദം ചെന്ന് ജീവിപ്പിച്ചതാണെങ്കിൽ ഇന്ന് ലൈവിൽ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, ഇവിടെ അവന്റെ കൈ നിന്നെ നേരിട്ട് തൊടൂ. ഇവിടെ അവന്റെ ശക്തി നിന്റെ ദേഹത്തേക്ക് നേരിട്ട് വ്യാപരിച്ചു. നിന്നെ അടക്കി പിടിച്ച മരണബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവം അഴിച്ചുകളയോ. വിശ്വസിക്കുന്നവർ കരം തട്ടി ശക്തിയോടെ അവനെ ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുകയാ. ഈ വചനത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഞാൻ എന്ത് പ്രസംഗിച്ചോ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുകയാ. അതിന്റെ കൺക്ലൂഷൻ വേർഡിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാ. യേശു പറയുന്നു, കല്ലുരുട്ടി മാറ്റുവേൻ. ലാസറിനെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നു, ലാസറസ് പുറത്തു വരാൻ പറഞ്ഞു. ലാസർ ചാടി ചാടി പുറത്തോട്ട് വരികയാ. കാര്യം അവന്റെ ദേഹം മുഴുവൻ ചുറ്റി ചുറ്റി കിടക്കുകയാ. കർത്താവ് അത് കണ്ടപ്പോ പറഞ്ഞു, കെട്ടഴിപ്പിനവൻ പോകട്ടെ എന്ന്. അവനെ കെട്ടി മേലാൽ അവൻ പുറത്തു വരാതെ വന്നു. എന്നേക്കുമായിട്ട് അവന്റെ ചാപ്റ്റർ അവസാനിച്ചു എന്ന് വിധി പറഞ്ഞ പട്ടണത്തിന് അവനൊരു അത്ഭുതമായി മാറിയെങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തെ, വീടിന്റെ ഇരുൾ മൂടിയ പശ്ചാത്തലത്തിനകത്ത് കുടുംബക്കാർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, രക്തബന്ധങ്ങൾ, അടുത്ത സ്നേഹിതരാ ഒറ്റപ്പെട്ടു പോയിട്ട് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആകെ തകർന്നൊരു കല്ലറയ്ക്ക് സമാനമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കാൻ കഴിയുന്ന യേശു ഇതിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലാസറസിനെ ഉയർപ്പിച്ചു. ലാസർ കെട്ടുകൾ അഴിയപ്പെട്ടവനായി അവൻ നടന്നു പോകുകയാണ്. അവനെ കണ്ടപ്പോൾ ആളുകൾ ആശ്ചര്യപ്പെട്ടു പോയി. ആ പട്ടണത്തിൽ പറയാതൊരു വാർത്ത പരന്നു. ആ വാർത്ത ഇതായിരുന്നു, എത്ര പഴക്കം ചെന്നതും അവൻ ഉയർപ്പിക്കും. റീസ്റ്റോറേഷൻ, അവൻ റീസ്റ്റോർ ചെയ്യും. സെക്കൻഡ് വൺ, അവൻ റീക്രിയേറ്റ് ചെയ്യും. 96 മണിക്കൂർ പഴക്കം ചെന്ന് പുഴുക്കളരിച്ച ഹൃദയം റീസ്റ്റോറായി. 96 മണിക്കൂർ പുഴുക്കളരിച്ച കിഡ്നി റീസ്റ്റോറായി. 96 മണിക്കൂർ കഴിഞ്ഞ മൃതദേഹത്തിൽ പുഴുക്കളരിച്ച കരള് റീസ്റ്റോറായെങ്കിൽ ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന രോഗം ഏതാണെങ്കിലോ ആ അവയവത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ പൊട്ടിച്ചിട്ട് അതിനെ റീസ്റ്റോർ ചെയ്യാൻ ഇന്ന് രാത്രി കർത്താവ് ഇതിന്റെ നടുവിലുണ്ട്. റീക്രിയേഷൻ. ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന ആദിയിൽ സംസാരിച്ചവൻ ഇപ്പൊ സംസാരിക്കുന്നു, പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ലാസറിനെ കൊറോണ കാണിച്ചാൽ ലാസർ പറയും, പോയി പണി നോക്കാൻ പറയും. കാര്യം പഴുത്ത നാറി പുറത്തു വന്നവനെ ഞാൻ. ലാസറിനെതിരെ സാത്താൻ വന്ന് വെല്ലുവിളിച്ചാൽ പറയും, നീ നിന്റെ പണി നോക്കടാന്ന് പറയും. കാര്യം മരിച്ച് മൺമറഞ്ഞ് പുഴുത്ത് നാറി പുറത്തു വന്നവനാ ഞാൻ. ഇന്ന് രാത്രി അങ്ങനത്തെ ടെസ്റ്റ് മണിയുള്ള ചിലതിനെ തമ്പുരാൻ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഏതെങ്കിലും ബന്ധനം, കെട്ട്, പോരാട്ടം എന്ന് കേൾക്കുമ്പോൾ പേടിയില്ലാത്ത കർത്താവിന്റെ ജീവൻ അകത്ത് വ്യാപരിക്കുന്ന ചിലത് ഈ വചനത്താൽ ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 12-ാം അധ്യായം തുടക്കം വായിച്ചു വരുമ്പോൾ അന്ന് ബെഥാനിയയിലെ ഒരു പന്തിയിൽ കർത്താവിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ടെന്നറിയാമോ? ലാസറുണ്ട്.
ആ പന്തിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ലാസറിൻ്റെ സർജറി നടത്തിയ എംബാം സർജറി ചെയ്ത ഡോക്ടർ അന്ന് മാനസാന്തരപ്പെട്ട് കാണും. കാര്യം അയാൾ നോക്കുമ്പം ഇവൻ കഴിക്കുന്നത് എങ്ങോട്ട് പോകുന്നെന്ന. നിൻ്റെ ശരീരത്തിലെ രോഗത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർക്ക് നീ ഒരു അത്ഭുതമായി മാറും. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ്. കർത്താവ് എന്നോട് ഉറപ്പിച്ചു പറയുന്നു, ഈ രാത്രി സൗഖ്യം നടക്കും, ഈ രാത്രി അത്ഭുതം നടക്കും, ഈ രാത്രി വിടുതൽ നടക്കും. കണ്ണുകളടച്ചാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ, നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസ്സ് നമിക്കാൻ പോകുകയാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, ദൈവകൃപ നമ്മുടെ നടുവിലുണ്ട്. അവൻ ഭൂമിയിൽ അധികാരപ്പെടുത്തിയവരാണ് അപ്പോസ്തലന്മാർ, അവൻ ഭൂമിയിൽ അധികാരപ്പെടുത്തിയവരാണ് പ്രവാചകന്മാർ. പ്രവാചകന് ഒരു മനുഷ്യനെ തിരിക്കാൻ കഴിയും, അവൻ്റെ ലൈഫിനെ തിരിക്കാൻ കഴിയും. അപ്പോസ്തലന്മാർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ കഴിയും. ഈ ശുശ്രൂഷ ചെയ്യുന്ന ശക്തരായ ദൈവഭക്തന്മാർ ഈ സ്റ്റേജിലുണ്ട്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇരുൾ മൂടിയ പശ്ചാത്തലത്തിലോ ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്തോട്ട് മാറി ആരും കാണാതെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മതിലേലോ തൂണേലോ ചാരിയൊക്കെ നിന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ മുമ്പോട്ട് വരാൻ നിർബന്ധിക്കുന്നില്ല. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ലൈഫിനെ മാറ്റാൻ യേശുവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി മനസ്സിലാക്കി ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി യേശു നിനക്കൊരു പുതുജീവിതം തരൂ. യേശു നിനക്കൊരു പുതുജീവിതം തരൂ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് എനിക്ക് എങ്ങനെ കയറി വരാൻ പറ്റൂ, എനിക്ക് ലജ്ജയാ നാണമാ എന്ന് ചിന്തിച്ച് ഒരു പക്ഷെങ്കിൽ കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു തടസ്സം നിങ്ങൾക്കുണ്ടെങ്കിൽ വേണ്ട, നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. 1 മിനിറ്റ് അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് സമയം വേർതിരിക്കുകയാണ്. ഈ രാത്രി നിങ്ങൾ കേട്ട സത്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞ അനുഭവങ്ങളെക്കാൾ അപ്പുറമായി ദൈവരാജ്യത്തിൻ്റെ ഒരു മഹത്വമുണ്ട്. ആ മഹത്വം ഭൂമിക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ജഡാവതാരമെടുത്തവനാണ് കർത്താവായ യേശു. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ എല്ലാ പീഡിതർക്കും വിടുതലായതുപോലെ ഈ പട്ടണത്തിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, നിനക്കും അതൊരു വിടുതലാണ്. തഴയപ്പെട്ട ജീവിതവുമായി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കടഭാരം കയറി ജീവിത സാഹചര്യത്തിൽ ഭയങ്കര മടുപ്പുളവായി ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നിരാശ പൂണ്ടൊരു ജീവിതത്തിനുടമയായിട്ടാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ലാസറിൻ്റെ കല്ലറ തപ്പി വന്നവൻ ഇന്ന് രാത്രി നിന്റെ വീട് തപ്പി വരൂ. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ പന്തലിൻ്റെ കീഴിൽ നിൽക്കുന്ന ദൈവജനം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഈ ശബ്ദം ചെല്ലുന്നിടത്ത് ജനം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശബ്ദം ചെല്ലുന്നിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. വാചലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരു കാലഘട്ടത്തിൽ ഈ സത്യം തിരിച്ചറിയുക, ആത്മാവിൽ ദൈവത്തെ എപ്പോൾ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവസഭ ദൈവജനം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്. Something will happen because of his spirit is moving. അവൻ്റെ ആത്മാവ് ഇതിനകത്ത് ഭയങ്കരമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നു, ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്നു, ഈ പട്ടണം ദൈവത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദേശം പരിശുദ്ധാത്മാവ് പിടിച്ചിരിക്കുകയാണ്. ഒത്തിരി കുടുംബങ്ങളുടെ അകത്തേക്ക് സത്യവെളിച്ചം കയറി ചെല്ലുകയാണ്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ അകത്തേക്ക്, യൗവനക്കാരുടെ അകത്തേക്ക്, ഒത്തിരി കുടുംബസ്ഥരുടെ അകത്തേക്ക് സത്യവചനം കയറി ചെല്ലുകയാണ്. ഈ രാത്രി ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയായി മാറുകയാണ്. ചില കുടുംബങ്ങളുടെ അകത്തെ ഇരുൾ കൊണ്ട് അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുകയാണ്. സഭ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ കൂടാരത്തിന്റെ കീഴിൽ നിൽക്കുന്ന പന്തലിന്റെ കീഴിൽ, ഈ പരസ്യ തെരുവിൽ, വഴിയിൽ, കസേരകളിൽ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാര്യം ഈ ദേശത്തെ സ്വാധീനിക്കുന്ന ദൈവമഹത്വം ഇവിടെ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജനം വിടിവിക്കപ്പെടട്ടെ, ജനം വിടിവിക്കപ്പെടട്ടെ. വീടുകടകത്തേക്ക് മഹത്വം കയറി ചെല്ലട്ടെ, വീടുകടകത്തേക്ക് ദൈവതേജസ് കയറി ചെല്ലട്ടെ. അന്ന് ദൈവം അയച്ച സംഹാരകൻ വീടുകടകത്തേക്ക് അനുവാദം കൂടാതെ കയറാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തിന് അനുവാദം കൂടാതെ വീടുകടകത്തേക്ക് കയറാൻ കഴിയുമെങ്കിൽ ഈ രാത്രി ഭവനങ്ങളകത്തേക്ക് സമാധാനമുണ്ടാക്കാൻ സുവിശേഷം ഒരാള് കയറുന്നത് പോലെ ഈ രാത്രി ചെന്ന് കയറട്ടെ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. എന്റെ ഉള്ളം വല്ലാതെ സന്തോഷിക്കുന്ന കാര്യം കർത്താവ് എനിക്ക് ആത്മാവിൽ ബോധ്യം തരുന്നു. ഒത്തിരി പേർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മേൽ ദൈവമഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മേൽ ദൈവമഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യോക്യ സഭയിൽ കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനന്യാസും കൂടെ ആരാധിക്കുന്നവരും അറിഞ്ഞില്ല അവർക്കെതിരെ വരുന്ന ശൗലിനെ ദമാസ്കോസിൽ തൊടുന്ന വിവരം. ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പട്ടണത്തിൽ നമ്മെക്കാളും ഉപയോഗിക്കപ്പെടുന്ന ചിലരെ ഈ രാത്രി ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കുകയാ. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ കരം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി അങ്ങനത്തെ ഒരു സ്വാധീനം ഈ പട്ടണത്തിലേക്ക് വ്യാപരിക്കുന്നു. Thank you, Holy Spirit. Thank you, Jesus. Thank you, Jesus. ഈ വചനം കേട്ടിട്ട് അകത്ത് വിശ്വാസവും അകത്ത് ഉറപ്പും പ്രാപിച്ച ദൈവമക്കൾ, എനിക്കിന്ന് രാത്രി കർത്താവ് സൗഖ്യം തരും. എന്നെ ഇന്ന് രാത്രി കർത്താവ് തൊടും. എൻ്റെ വീടിൻ്റെ സ്ഥിതി ഇന്ന് രാത്രി കർത്താവ് മാറ്റും. ദീർഘവർഷങ്ങൾ പഴക്കം ചെന്ന ഏത് വിഷയത്തെ യേശു പരിഹരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവജനം ഇതിനകത്തുണ്ടെങ്കിൽ, 96 മണിക്കൂർ കഴിഞ്ഞ മൃതദേഹത്തെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ, എൻ്റെ പ്രശ്നം ചെറുതാണ്, കർത്താവിനത് സിമ്പിളായി പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം അകത്ത് വചനം കൊണ്ട് ജനിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മുൻപോട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാം. അത് എത്ര പ്രയാസം നിറഞ്ഞതാണെങ്കിലും കർത്താവായിരിക്കും നിങ്ങളെ കൈവെക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ കരമായിരിക്കും നിങ്ങളുടെ ദേഹത്ത് വ്യാപരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്ന സമസ്ത അസ്വസ്ഥതകളുടെയും പിന്നിൽ വ്യാപരിക്കുന്ന പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസുകൾ, അതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പൊട്ടിക്കും. ആ രോഗത്തെ കർത്താവ് ഇന്ന് രാത്രി പൊട്ടിക്കും. അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറാൻ ദൈവം അനുവദിക്കത്തില്ല. ഫോർഫാദേ സ്പിരിറ്റ് ഉണ്ട്. 4 തലമുറകളുടെ പിറകിലുള്ള ശാപങ്ങളുണ്ട്. അതിങ്ങനെ ഫോളോ ചെയ്ത് വരാറുണ്ട്. സൈലൻ്റായിട്ട് അതിങ്ങനെ ഫോളോ ചെയ്ത് വരും. സമയമാകുമ്പോൾ പത്തിയെടുത്ത് നിൽക്കുന്ന ഒരു പാമ്പിനെ പോലെ അത് പൊങ്ങി വരും. അടുത്ത ജനറേഷനിലേക്ക് അത് പോകാതിരിക്കാൻ ഈ രാത്രി വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തൻ്റെ ഇടം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുൻപോട്ട് വന്നാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. കർത്താവിൻ്റെ കൈ നിന്നെ തൊടാൻ പോകുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ തൊടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് കാഴ്ചക്കാരെ പോലെ നിൽക്കാതെ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കയറി വരുന്നവർ ആത്മാവിൽ കയറി വരട്ടെ. നീ എടുത്തു വെക്കുന്ന ചുവട് നിന്റെ വീടിൻ്റെ വിടുതലായിട്ട് മാറും. നീ എടുത്തു വെക്കുന്ന ചുവട് നിനക്ക് സൗഖ്യത്തിന് കാരണമായി തീരും. ശവപ്പെട്ടിയിൽ ഒതുങ്ങി നിന്റെ വീടിൻ്റെ മുറ്റത്തൊരു പന്തലൊരുങ്ങി കരച്ചിലും നിലവിളിയും നടക്കേണ്ട സാഹചര്യത്തെ ഇന്ന് രാത്രി പൊളിച്ചു കളയാൻ അധികാരമുള്ളവൻ ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാ. ലാസറിൻ്റെ മരണ വീട്, അവൻ്റെ മരണാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന, മരണമുഖവുമായി നിൽക്കുന്ന, മരണത്തിൻ്റെ മണമുള്ള കാറ്റടിക്കുന്ന ലാസറിൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിയുന്ന കരുത്തുള്ള കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നു നിൽപ്പുണ്ട്. അവൻ്റെ കരം ഈ വിശ്വസിക്കുന്നവരെ തൊടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്. വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്. കണ്ണുകളടച്ചോ കൈ ഉയർത്തി പ്രാർത്ഥിക്കാനോ കഴിയുന്നവർ, ദൈവരാജ്യം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ കയറി വന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശേഷമുള്ളവർ പ്രാർത്ഥിച്ചോണോ. ദീർഘവർഷങ്ങളായി വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒത്തിരി ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഒരു വിടുതലില്ലാതെ കഷ്ടമനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി കർത്താവ് അതിനെ പരിഹരിക്കും. എത്ര പഴക്കം ചെന്നതാണെങ്കിലും ദൈവ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി അത്ഭുതം ചെയ്യോ. തൈറോയിഡുമായിട്ട് റിലേറ്റഡായി, ഗർഭാശയമുഴകളുമായിട്ട് റിലേറ്റഡായി, തലച്ചോറുമായി റിലേറ്റഡായി, ലിവറുമായി റിലേറ്റഡായിട്ട്, ഹാർട്ട് ബ്ലോക്കുകൾ അതുമായിട്ട് റിലേറ്റഡായി ഏത് അസുഖങ്ങളാണെങ്കിലും ഇന്ന് രാത്രി കർത്താവ് അതിനെ സൗഖ്യമാകും. കർത്താവിന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നു? അങ്ങനെയുള്ളവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നു. ഇതിനകത്ത് നിൽക്കുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ.
ഭാവിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. നാളുകളായാലും മാറ്റം ഭാവിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. ചേർന്ന് വിശ്വാസത്താൽ നിങ്ങളുടെ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ നിങ്ങളുടെ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. വിശ്വാസത്താൽ മുൻപ് ചെങ്കടൽ ഉണ്ടാകുന്നു. വിശ്വാസത്താൽ മുൻപ് ചെങ്കടൽ ഉണ്ടാകുന്നു. താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നെ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നെ ചെങ്കടൽ ഉണ്ടാകുന്നു. രാത്രി കർത്താവിന്റെ നാമത്തിൽ സമ്പൂർണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണമായി സൗഖ്യമാകട്ടെ, സമ്പൂർണമായി സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ ഈ സഹോദരനെ പരിശുദ്ധാത്മാവിൽ നിയമിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ശരീരത്തിലേക്ക് വിടുതലിനെ ഇന്ന് പകൽ കൽപ്പിച്ചാക്കുകയാണ്, കൽപ്പിച്ചാക്കുകയാണ്, കൽപ്പിച്ചാക്കുകയാണ്. വിശ്വാസത്താൽ മുൻപ് ചെങ്കടൽ ഉണ്ടാകുന്നു. വിശ്വാസത്താൽ മുൻപ് ചെങ്കടൽ ഉണ്ടാകുന്നു. നാളായാലും മാറ്റം വാങ്ങിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളായാലും മാറ്റം വാങ്ങിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ വിശ്വസിച്ചാൽ നീ സാന്നിധ്യം കുടുംബവുമായി ബന്ധപ്പെട്ട് ശാപം പോലെ അനുഭവിച്ചു വരുന്ന ശാപങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ആത്മയോഗത്തിൽ അതിന്റെ അടിത്തറ പൊട്ടിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇവരുടെ സൗഖ്യം നടക്കട്ടെ, ഇവരുടെ സൗഖ്യം നടക്കട്ടെ, ഇവരുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. ഇവരെ ഭയങ്കരമായി കിടപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, ഭയങ്കരമായി ഇടിപ്പ് വർദ്ധിപ്പിക്കുന്ന പോലെ ഇവരെ നീക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഇവരെ മാറട്ടെ. സൗഖ്യമാകട്ടെ, കംപ്ലീറ്റായിട്ട് സൗഖ്യമാകട്ടെ, കംപ്ലീറ്റായിട്ട് സൗഖ്യമാകട്ടെ, കംപ്ലീറ്റായിട്ട് സൗഖ്യമാകട്ടെ.
സകലത്തിന്റെ ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇപ്പോൾ ഈ സമയത്തിന് അത്ഭുതകരമായ യേശുവിന്റെ നാമത്തിൽ സൈഡിലേക്ക് വരുന്ന മഴ പോലെ, വിശേഷിച്ച് ഇടത്തെ സൈഡ് കൈവിറങ്ങുന്നത് പോലെ, മരപ്പ് പോലെ, എതിർക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, ഭയങ്കരമായ ചില സമയങ്ങളിൽ കഷ്ടപ്പെടുത്തുന്ന ആ പ്രയാസത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി സൗഖ്യമാക്കുകയോ അത്ഭുതകരമായ വിടുതൽ ഈ രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന് മേൽ നിയമിച്ചാക്കുന്നു. ഒരു സമ്പൂർണ്ണ വിടുതൽ ഈ മകളുടെ മേൽ നിയമിച്ചാക്കുകയോ പിതാവേ. അത്ഭുതകരമായ സൗഖ്യത്തിനാൽ എന്നെ വേദനിക്കുന്ന പിതാവേ. സൗഖ്യത്തിലെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ലാസറിന്റെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ നിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റുന്നു. നിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റുന്നു. അടഞ്ഞ അനുഭവങ്ങൾ ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലേറെ സന്തോഷമുള്ള ഒരു ഭയങ്കര ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. നിന്റെ തല ഉയർത്തി നടക്കൂ. നിന്റെ കൂട്ടക്കാരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്റെ ശിരസിനെ ഉയർത്താൻ പോകുന്നു. കൊണ്ട് ചെയ്യാൻ കരുത്തു പ്രാപിച്ച കർത്താവിൻ്റെ കരം നിന്റെ ദേഹത്തേക്ക് ഇറങ്ങുക. നിന്റെ നിന്ന മാറാൻ പോകുകയാ. നിന്നയുടെ കല്ല് തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാ. നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കർത്താവിനോട് പറയുന്നു, ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രിയായത്. സക്രിയാവിൻ്റെ അടുത്തിറങ്ങിയ ദൈവം, മറിയയുടെ അടുത്തിറങ്ങിയ ദൈവം നിന്റെ അടുത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന അതേ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരിക. പരിശുദ്ധൻ്റെ കരം നിന്നെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ശക്തമായി കർത്താവ് ഇന്ന് രാത്രി പ്രവചിക്കാൻ എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. കർത്താവെ, കയറി വന്ന 4 പേർക്കുമായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവരുടെ മേൽ വിടുതൽ നടക്കട്ടെ. ആ സഹോദരി ഒരു ഭയങ്കര മിറക്കിളാകും. അവൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നോട് കർത്താവ് പറഞ്ഞു, അവൾക്കുണ്ടാകാനിരിക്കുന്ന സർജറി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അവൾ തകർന്നു പോകേണ്ടവളായിരുന്നു. അവൾ പരസ്യമായിട്ട് അവിടെ വീട്ടിൽ ആളുകൂടി അവിടെ ശവസംസ്കാരം നടക്കേണ്ട സമയം കഴിഞ്ഞതാ. പക്ഷെ കർത്താവ് അവളെ അത്ഭുതകരമായി വിടുവിച്ചു. അത്ഭുതകരമായി കർത്താവ് അവളെ സേവ് ചെയ്തു. അതുപോലൊരു മരണക്കുരുക്കിൽ നിന്ന് അവളെ പൊട്ടിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ അവൾ കഠിനമായി കുറേ ബുദ്ധിമുട്ട് ശരീരത്തിൽ അനുഭവിക്കുന്നു. പരസ്യമായി പറയാൻ പറ്റുന്നില്ല, എന്നാൽ രഹസ്യമായി അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഞാൻ അവിടെ തലയെ കൈവച്ചപ്പോൾ തന്നെ സർജറി നടക്കുന്നത് പോലെ കർത്താവിൻ്റെ കരം അവിടെ ദേഹത്തെ തൊടുന്നത് ആത്മാവിനെ കാണിച്ചു തന്നു. ഇന്ന് രാത്രി ഒരു അത്ഭുതകരമായ ഡെലിവറൻസ് അവിടെ ദേഹത്ത് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. ഈ സഹോദരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അമ്മാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരം അവരുടെ മേലും വിടുതലായിട്ട് വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ വിടുതലിന് വേണ്ടി ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കുകയാണ്. ജനം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൻ്റെ നേരെ നിങ്ങളുടെ കരം ഉയരട്ടെ. പരിശുദ്ധാത്മാവ് ഈ 2ാമത്തെ രാത്രിയിൽ എനിക്കൊരു നിയോഗം തരുന്നു. 13ാമത്തെ പ്രാവശ്യം പട്ടണം ചുറ്റിയപ്പോഴാ മതിൽ ഭൂമിക്കടിയിലോട്ട് താന്നുപോയത്. എന്നാൽ ഇന്ന് ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ ജനം കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ പട്ടണം പിടിക്കപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആദരം ചലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ ഈ പട്ടണത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒഴുക്ക്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണർവ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ട സ്നാനം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതൽ സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിലേക്ക് ഞങ്ങൾ തുറന്നു വിടുന്നു. ദൈവം തന്ന അധികാരത്താൽ ഞങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിക്കുന്നു. പിതാവേ, പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ യോഗത്തിൻ്റെ അവസാന രാത്രിയാണ്. താല്പര്യമായി ദൈവമക്കൾ സഹകരിപ്പാൻ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ റവറൻ ബോവസ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതോർത്ത കർത്താവിന് നമുക്ക് നന്ദി പറയാം. യോഹന്നാൻ സുവിശേഷത്തിലെ 6 അധ്യായങ്ങളിൽ ദൈവം പൊട്ടിച്ചു ചിലതിനെ. 11-ാം അധ്യായത്തിലും സ്വർഗത്തിലെ ദൈവം ചിലതിനെ പൊട്ടിച്ചു.
ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച ദൈവമക്കളുടെ നടുവിൽ ഈ ദേശത്തിൻ്റെ കെട്ടുകളെ ദൈവം പൊട്ടിച്ചു, മരണത്തിൻ്റെ കെണികളെ ദൈവം പൊട്ടിച്ചു. കർത്താവേ, നിന്റെ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. ഈ ദേശത്തോട് കർത്താവ് ചെയ്ത അത്ഭുതത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ നിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അനുഭവിച്ച ആത്മസൗഖ്യവും ആത്മീയ വിടുതലും ആത്മശക്തിയും അവർ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും അവരെ പിന്തുടരട്ടെ. ആ വിടുതൽ അവരെ പിന്തുടരട്ടെ, ആ സൗഖ്യം അവരെ പിന്തുടരട്ടെ. ഈ ദേശത്ത് ആ മക്കൾ എവിടൊക്കെ നിൽക്കുമോ കർത്താവിനെ ഉയർത്തുവാൻ ഇടവരുന്ന നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദേശത്തോട് ദൈവാത്മാവ് സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തനെ ഈ ദേശത്തിന് വേണ്ടിയ ദൂത് നൽകി തരുവാൻ അയച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഇതിന് മുഖാന്തിരമായി തീർന്ന പ്രിയ ഭവനത്തെ, ആ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വന്നു കൂടിയ സകലരെയും നിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിച്ചൊരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്നാട്ടെ, അവിടുത്തെ ആത്മാവ് തന്നെ ഞങ്ങളെ വീട്ടിലെത്തുവോളവും ഇന്ന് പ്രാപിച്ച ദൈവകൃപ അനുഭവിച്ച് ആ സന്തോഷം സമാധാനം ഈ ദേശത്ത് അത് പടരുവോളവും കൂടെ ഇരുന്നാട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ദേശത്തെ ആശീർവദിക്കുന്നു. പ്രിയ ഭവനത്തെയും ഞങ്ങൾ ആശീർവദിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അതിശ്രേഷ്ഠമായ വിഭവം വിളമ്പിത്തരുവാൻ അവിടുത്തെ അഭിഷക്തദാസനെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, ഈ ഞങ്ങളുടെ ഈ പിണറിവുള്ള ദേശത്തേക്ക് ദൈവം അയച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസനെ, താൻ ശുശ്രൂഷിക്കുന്ന സഭയെ, തൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന, തന്നെ സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സകലരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. മൂന്നാമത് ദിവസം നാളെ ഒരു വലിയ ആത്മപകർച്ച, ഒരു അനുഗ്രഹം ഈ ദേശത്ത് ദൈവം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, ഈ ദേശത്തെ വിടുവിച്ചതുകൊണ്ട്, ആമേ, ഞങ്ങൾക്ക് വേണ്ടി വലിയ ദൈവപ്രവൃത്തി ദേശത്ത് അയച്ചതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ യേശു മുഖാന്തിരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സകലവിധമായ അനുഗ്രഹങ്ങളും ഈ പിണറിവുള്ള ദേശത്തോടും ഈ ശബ്ദം കേട്ട സകല ഇടങ്ങളിലും പ്രിയപ്പെട്ടവരോടും കൂടെ, പ്രത്യേകാൽ ശുശ്രൂഷിച്ച് മടങ്ങിപ്പോകുന്ന പ്രിയ അഭിഷക്തനോടും കൂടെ കർത്താവിന്റെ വരവോളം ഇന്നും എന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. കാര്യങ്ങളെ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, hallelujah, hallelujah, praise God.